ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഡൗട്ട് ക്ലിയറൻസ് പ്ലസ് നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റിനോ ഏതെങ്കിലും ടോപ്പിക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം അത് ക്ലിയർ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു പോവുക കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഇയർ ആണ് എങ്കിൽ ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സ്. എന്തുകൊണ്ടാണ് ഫസ്റ്റ് 5 ചാപ്റ്റർ? അതർ ദാൻ ഓർഗാനിക് അല്ലേ. ഓക്കെ, ഫിസിക്കൽ കെമിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്സ്, അതിൽ ന്യൂമറിക്കൽസ്, അങ്ങനെ അത് മിക്സ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തു പോവാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചെയ്തു പോവാം. എന്തെങ്കിലും ഡൗട്ട് കേട്ടോ? എന്തിനാ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സയൻസ് ആദിഷ് ഓൺലൈനാണ് കേട്ടോ. അപ്പൊ ഓൺലൈനിൽ ആദിഷ് ഡൗട്ടുള്ള ടോപ്പിക്സോ കണ്ടന്റോ ഉണ്ടെങ്കിൽ ആദ്യം ചോദിക്കണം. അഭിനവ് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒരു തമ്പ് കേട്ടോ. ഓക്കെ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, ദെൻ ആദിഷ് ക്ലാസ് കഴിയുമ്പോൾ കേട്ടോ, ഓർത്ത് നോക്കുമ്പോൾ ഓൺലൈനിലാണ്, പ്യുവർ ആണ്. അതുകൊണ്ട് തന്നെ ആദിഷ് ക്ലാസ് കഴിയുമ്പോൾ അവന് എപ്പോഴാണോ കണ്ടന്റ് ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞു കേൾപ്പിക്കാൻ പറ്റുക കേട്ടോ. ഓക്കെ, അതൊന്ന് എൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യണം കേട്ടോ. ഓക്കെ, അവൻ്റെ കൺവീനിയൻറ്റ് ടൈം നോക്കിയിട്ടൊന്ന് പറയാം. അപ്പം എൻ്റെ കൂടി ഓക്കെ ആണെങ്കിൽ നമുക്ക് അത് കേട്ടോ. ഓക്കെ, ഈ വീക്കിനുള്ളിൽ കേട്ടോ, ഈ വീക്കിനുള്ളിൽ മോൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ബാക്കി ആൾക്കാരെ നമ്മൾ കാണുന്നപ്പോൾ പറഞ്ഞു പോവാം കേട്ടോ. 14 പേര് നമുക്ക് ഓൾറെഡി ഇവിടെ വന്ന് ഇന്നലെ നല്ല ഭംഗിയിൽ അത് പ്രസന്റ് ചെയ്തു, കറക്റ്റായി കേട്ടോ. ഓക്കെ, നമുക്കിന്ന് ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് ഡൗട്ട് ഉണ്ടോ? ചോദിച്ചു. ബുദ്ധിമുട്ടുള്ള ടോപ്പിക് ആണെന്ന് തോന്നുന്നു എന്തെങ്കിലും? ബയോമോളിക്യൂൾ. ഓക്കെ, ബാക്കി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബയോമോളിക്യൂളിൽ എന്താണ്, എന്തെങ്കിലും ടോപ്പിക് ഇല്ല? ഇപ്പോൾ ഒരാൾ ബയോമോളിക്യൂൾസ് ഒന്ന് ബ്രീഫ് ചെയ്യാം എന്ന് പറഞ്ഞു. ബയോമോളിക്യൂൾസ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ടോപ്പിക്കോ ക്വസ്റ്റനോ ജ്യോതിഷിൻ്റെ അടുത്ത് ഇല്ല? ഓക്കെ ആണ്. ഓക്കെ, ദെൻ സാറാ ഇല്ല? ചോദിച്ചു എന്തെങ്കിലും? ഫിലിപ്പോസ് എന്താണ് ഗട്ടർമാൻ? ഗട്ടർമാൻ കോച്ചാണ്, ഗട്ടർമാനാണോ? ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഗട്ടർമാൻ ഒന്ന് എഴുതാം, എന്നിട്ട് ബയോമോളിക്യൂളിൽ പോകും. കാരണം സ്പെസിഫിക് ആണ് ഗട്ടർമാൻ എന്ന് ചോദിച്ചപ്പോൾ. ഇവിടെ ശ്രദ്ധിക്കാം, പഠിക്കുന്ന സമയത്ത് ഗട്ടർമാൻ എന്ന് പറയുന്നത് മാത്രമായിട്ട് പഠിച്ചു വെക്കണ്ട. ഇതാണ് ഈ ഗട്ടർമാൻ എന്ന് പറയുന്നത്, N2+ Cl-. ഇതിലേക്ക് കോപ്പർ പൗഡർ ആൻഡ് HCl, കോപ്പർ പൗഡർ ആൻഡ് HCl ആവണം നിർബന്ധമില്ല, HBRO അങ്ങനെയുള്ള എന്ത് കൊടുത്തു കഴിഞ്ഞാലും അത് എന്തായി മാറും? ക്ലോറോബെൻസീൻ. ഓർത്ത് നോക്കാം. ഇതാണ് ഗട്ടർമാൻ റിയാക്ഷൻ. ഇനി നമുക്കൊന്നും കൂടി നോക്കാം. അപ്പൊ ഇത് ഗട്ടർമാൻ മാത്രം പഠിക്കാൻ പാടില്ല. ഇതിന്റെ പേരെന്താ? ഗട്ടർമാൻ റിയാക്ഷൻ. നെക്സ്റ്റ് ഇവിടെ നോക്കിയോ കേട്ടോ, Cu2Cl2 കിട്ടാ ക്ലോറോബെൻസീൻ വരും. ഇതിന്റെ പേരെന്തായിരുന്നു? സാൻമേസ്. ഇതെന്തായിരുന്നു? സാൻമേസ് റിയാക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാർബൺ മോണോക്സൈഡ് HCl അൺഹൈഡ്രസ് AlCl3. ഇതിന്റെ പേരെന്തായിരുന്നു? ഗട്ടർമാൻ കോച്ച്. അപ്പോൾ ഗട്ടർമാൻ പഠിക്കണ സമയത്ത് തന്നെ ഈ 3 എണ്ണമെങ്കിലും മിനിമം പഠിച്ചിരിക്കണം ഒരേ ഫ്രെയിമിൽ, അല്ലെങ്കിൽ എറർ വരും. നമ്മുടെ ബ്രെയിൻ അങ്ങാട് കിടക്കുക മാറ്റി പോവാം. അപ്പോൾ ഗട്ടർമാൻ എന്ന് പറയുമ്പോൾ അല്ലേ, കോപ്പർ പൗഡർ എന്ന് തന്നെ എഴുതുകയാണെങ്കിൽ ബെറ്റർ. അതാണ് കോപ്പർ പൗഡർ ആൻഡ് HCl. എന്നിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴാണ് ക്ലോറോബെൻസീൻ വരുന്നത്. ഇവിടെ തന്നെ ഈ സെയിം തന്നെയാണ്, ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായി? പുറത്തു നോക്കാം. അപ്പോൾ ഇത് ആരാണ്? ഗട്ടർമാൻ. ഇതെന്തായിരുന്നു? സാൻമേസ്. അപ്പൊ പല സ്ഥലത്ത് നടന്ന ഒരു റിയാക്ഷൻ. ഇയാൾ ഒരു പേരിട്ട് പോയി. അപ്പൊ രണ്ടുപേർക്കും പേരോട് അല്ലേ കൊടുത്ത പോലെയാണ് ആക്ച്വലി വന്നേക്കുന്നത്. അപ്പൊ ഒരേ ഇത് തന്നെയാണ് ആക്ച്വലി, വലിയ വ്യത്യാസമൊന്നുമില്ല തമ്മിൽ അല്ലേ. ഓക്കെ, ഓർത്ത് നോക്കാം. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. എവിടെയായിരുന്നത്? അമീൻസ് അല്ലേ. അമീൻസില് ഡയസോണിയം സോൾട്ടിന്റെ അവിടെയാണ് ഇത് കിടക്കുന്നത് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ വേറെ? അത് ബാൽഷിമൻ റിയാക്ഷൻ. അത് H3 അതല്ല, അത് HBF4 ആണ് ഞാൻ ഉദ്ദേശിച്ചത്. H3PO4 ആണെങ്കിൽ ബെൻസീന. H3PO2 ഓർ എന്തായിരുന്നു? C2H5 ഇതാണെങ്കിൽ ബെൻസീൻ ആണ് കേട്ടോ, ഓറാണ്.
4 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓർഡറിൽ ക്ലിയർ ചെയ്ത് എടുത്തു പോവാം കേട്ടോ. ഓക്കെ, വെരി ഗുഡ് കേട്ടോ. ഓക്കെ, ഓൺലൈൻ ടെസ്റ്റ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇന്ന് ക്ലാസ് ഉണ്ടായില്ല നിങ്ങൾക്ക്? ആണാ? KV1 എത്ര പേരുണ്ട്? ഹാൻഡ് റൈസ് ചെയ്ത്. ഇവിടത്തെ KV അല്ലേ മോൻ? അവിടത്തെ. ഓക്കെ, നേവൽ ബേസ് അല്ലേ? ഓക്കെ, അപ്പൊ ഇവരാദ്യം സെറ്റ് ആക്കാം കേട്ടോ, ശരിയാക്കി തരാം. അപ്പൊ ഡേ ടൈം ഫുൾ ഫ്രീ ആണ്. ഓക്കെ, ദെൻ ബിലാൽ, ഈ റിയാക്ഷന്റെ പേരെന്താ? ഈ റിയാക്ഷന്റെ പേരാ? ഗട്ടർമാൻ അല്ല. കാർബൺ മോണോക്സൈഡാ, കോൺസെൻട്രേറ്റ് അല്ല, കാർബൺ മോണോക്സൈഡ്. ഗട്ടർമാൻ ആണോ? അല്ല, കാർബൺ മോണോക്സൈഡ് HCl. ഗട്ടർമാൻ കോച്ച് ആണ് അല്ലേ? ഗട്ടർമാൻ കോച്ച്. ഇതപ്പോ എന്താ? ഗട്ടർമാൻ. ഓർത്ത് നോക്കാം. പ്രണവേ മോനെ, ഇതെന്തായിരുന്നു? ഇത് ഗട്ടർമാൻ കോച്ച്. ദെൻ ഇതെന്തായിരുന്നു? നെയിം റിയാക്ഷൻ ആദ്യത്തെയാണ് സാൻമേസ്. ഇന്നലെ നെയിം റിയാക്ഷൻ നിങ്ങൾ പറഞ്ഞല്ലേ, നിങ്ങളപ്പോ ഓർത്തു വെക്കാം. ഇന്നലെ പറഞ്ഞ ആൾക്കാർ അല്ലെ, സാൻമേസ് എന്ന് പറയുമ്പോൾ എന്ത് ടു എന്ത്, അങ്ങനെ ഓർത്തു വെക്കണം. സാൻമേസ് എന്ന് പറഞ്ഞാൽ ഡൈസോണിയം സോൾട്ട് ടു ക്ലോറോബെൻസീൻ, അല്ലെങ്കിൽ നമ്മൾ കൺവേർഷൻ പോലെ പഠിച്ചു, ആനിലൈൻ ടു ക്ലോറോബെൻസീൻ അല്ലെ, അങ്ങനെ ഓർത്തു വെക്കണം. സാൻമേസ്. ഫിംഗിൾസ്റ്റീൻ എന്ന് പറയുമ്പോൾ ഇന്റർഹാലജൻ എക്സ്ചേഞ്ച്. സ്വാർട്സ് എഗെയിൻ ഇന്റർഹാലജൻ എക്സ്ചേഞ്ച്. ഏതായിരുന്നു റിയേജന്റ്? സ്വാർട്സിന് AgF. ഓർത്തു വെക്കാം. ദെൻ ബ്രൂട്ട്സ് റിയേജന്റ് ഏതായിരുന്നു? ആൻഡ് ഡ്രൈ ഈതർ അല്ലേ? ഓക്കെ, Na ആൻഡ് ഡ്രൈ ഈതർ ആഡ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഒരു ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ട് അങ്ങനെ ഓർത്തു വെക്കണം. അപ്പോൾ ഇതൊരു ഡൗട്ട് ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് നമ്മൾ ഓർത്തു വെക്കുക. ദെൻ ഇന്ന് ബയോമോളിക്യൂൾസ് കേട്ടോ. ഒരാൾക്ക് ഡൗട്ടിൽ ബയോമോളിക്യൂൾ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ബയോമോളിക്യൂളിന്റെ കണ്ടന്റ് നമുക്കൊന്ന് ബ്രീഫ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ഓർത്തു വെക്കുക. ഫസ്റ്റ് ബയോമോളിക്യൂൾ 5 ബയോമോളിക്യൂൾസുകളാണ് നമുക്ക് ആ ചാർട്ടിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് പറഞ്ഞ എല്ലാവരും ഒരുമിച്ച് പറയണം കേട്ടോ. നമ്മൾ പഠിക്കുന്ന സെക്ഷൻ ആണിത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, എൻസൈം, വിറ്റമിൻസ്, DNA ആൻഡ് RNA ഓർ ന്യൂക്ലിക് ആസിഡ് അല്ലേ? ഓക്കെ, ദെൻ കാർബോഹൈഡ്രേറ്റിന്റെ ഡെഫിനിഷൻ എന്താണ്? പറഞ്ഞോ. കിട്ടും. പോളിഹൈഡ്രോക്സി. കണ്ടോ, കിട്ടിയതാണ്ട. പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ എന്ന് പറഞ്ഞേ കേട്ടോ. കറക്റ്റ് ആയിട്ട് കിട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു? പിന്നാലെ എന്തുകൊണ്ടായിരിക്കും അത് പറഞ്ഞു? കണ്ടോ, കിട്ടി. കണ്ടോ, പോളി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കണ്ടോ, ഗ്ലൂക്കോസിനെ നമുക്ക് കാണാം. ഗ്ലൂക്കോസ് അറിയാലോ അല്ലെ? ഗ്ലൂക്കോസ് എന്തായിരുന്നു? എത്ര കാർബൺ ഉണ്ട് ഗ്ലൂക്കോസിന്? 1, 2, 4, 5, 6. കണ്ടോ? ദെൻ ഇവിടെയൊക്കെ ഈ സൈഡ് കണ്ടോ? ഈ സൈഡിലെല്ലാം ഇത് നമ്മൾ 1, 2, 3, 4, 5, 6 ഇങ്ങനെ നമ്പർ ചെയ്യണം. എന്നിട്ട് ഒരു പൊസിഷൻ മാത്രമാണ് വ്യത്യാസം. അത് ഏത് പൊസിഷനാ? ഇല്ല, ഈ തേർഡിൽ മാത്രം ഒരു ചെറിയൊരു വ്യത്യാസം വരും. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഒരേപോലെ OH കൊടുക്കുക. അത് കണ്ടോ, OH. ഇവിടെ മാത്രം H, ഇവിടെ OH, ഇവിടെ H, ഇവിടെ എന്താ കണ്ടോ? അപ്പൊ കണ്ടോ, തിരിച്ചു വരും. ഇവിടെ എന്തായിരിക്കും? H, ഇവിടെ എന്തായിരിക്കും? H. ഓർത്തോ, ഇവിടെ വേണമെങ്കിൽ H ഇടാം, ഒരു കുഴപ്പമില്ല. ഒരു CH കൂടി കൊടുത്താൽ മതി. കണ്ടോ, കാർബണിന്റെ വാലൻസി 4 അല്ലേ, അതുകൊണ്ടാണ് അവിടെ കൊടുക്കുന്നത്. കണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതൊന്നും വേണ്ടിയില്ല കേട്ടോ. ഓർത്തോ, എത്ര കാർബൺ വരച്ചു? 6. അതിൽ എത്ര OH ഉണ്ട്? കണ്ടോ, കുറയില്ലേ? പോളി എന്ന് പറഞ്ഞാൽ മെനി എന്നാണ് അല്ലെ? പോളി എന്ന് പറഞ്ഞാൽ മെനി. അപ്പൊ ഡെഫിനിഷൻ നോക്കി, ഇതിൽ നോക്കിയിട്ട് പഠിച്ചിട്ട് ഡെഫിനിഷൻ, അല്ലാതെ വെറുതെ ഇങ്ങനെ കാണാതെ പഠിക്കില്ലേ? പോളിഹൈഡ്രോക്സി, കുറെ OH ഉണ്ട്. പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് വന്ന ഗ്ലൂക്കോസ്. കീറ്റോൺ വന്ന എന്താ? കീറ്റോൺ വന്ന കണ്ടോ, കിട്ടി. ഫ്രക്ടോസ് അല്ലെ? അപ്പോ ഫ്രക്ടോസ് ആണ് ആക്ച്വലി വരുന്നത്. അപ്പോ ഈ പറയുന്ന ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ആ ഗ്രൂപ്പുകളായിരിക്കും ഇതില് നോർമലി ഉണ്ടാവും ചെയിൻ എന്ന് പറയുന്നതില്. അപ്പോ ഡെഫിനിഷൻ തുടങ്ങി. കാർബോഹൈഡ്രേറ്റ് ഡെഫിനിഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞേ? പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ
കീറ്റോൺ. കുറച്ച് കഴിയുമ്പോൾ ചോദിക്കൂട്ടോ, ഓർഡറിൽ കിട്ടണം. ദെൻ കാർബോഹൈഡ്രേറ്റ് ഡിവൈഡഡ് ഇൻടു 3 എന്തൊക്കെയായിരുന്നു? മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ്, പോളിസാക്രൈഡ്. ദെൻ മോണോസാക്രൈഡിന് 2 എക്സാമ്പിൾ. ഒരെണ്ണം കൂടി ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ എക്സാം. റൈബോസ് കണ്ടോ, കിട്ടി അല്ലെ? എന്തൊക്കെയായിരുന്നു പറഞ്ഞോ? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. അപ്പൊ 3 ഓർമ്മയല്ലോ. മോണോസാക്രൈഡ്. മോണോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ഉണ്ടാവുള്ളൂ. 1 യൂണിറ്റ്, സിംഗിൾ യൂണിറ്റ് വന്ന മോണോസാക്രൈഡ്സ് ആണ് ആക്ച്വലി വരുന്നത് കേട്ടോ. ഓക്കെ, ഏതൊക്കെയായിരുന്നു? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ്. ദെൻ നെക്സ്റ്റ് ഡൈസാക്രൈഡ്. എന്തായിരുന്നു എക്സാമ്പിൾ? ഡൈസാക്രൈഡ്. ഡൈ എന്ന് പറഞ്ഞാൽ എന്താ? 2 മോണോസാക്രൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഡൈസാക്രൈഡ്. മാൾട്ടോസ്, സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് എന്ന് പറഞ്ഞേ. സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. ആ ഓർഡറിലെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറഞ്ഞേ. സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. നെക്സ്റ്റ് പോളിസാക്രൈഡ്. എന്തായിരുന്നു എക്സാമ്പിൾ? കണ്ടോ, സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞേ. സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. കണ്ടോ, മിക്കവരും പഠിക്കുന്നുണ്ട് അല്ലെ? സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. കേട്ടോ. ഓക്കെ, നിങ്ങളുണ്ട്, മൈൻഡിലുണ്ട് അല്ലേ? നമ്മൾ ഇതിനു മുമ്പ് കേട്ടതാണ്. മറന്നു പോകണം. എന്താ? നാച്ചുറൽ ആണ് അല്ലേ? നമ്മൾ മനുഷ്യന്മാരല്ലേ, റോബോട്ട് ഒന്നും അല്ലല്ലോ. മറന്നൊക്കെ പോകും, പക്ഷെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും എക്സാമ്പിൾ ആണ് ഹെഡിങ് വരുന്നത്. അപ്പൊ ഇനി ശ്രദ്ധിക്കുക, എത്ര ഹെഡിങ്സ് വരും? അപ്പോ ഇപ്പൊ ഏതാ നിൽക്കുന്നത്? ഹെഡിങ് എന്തായിരുന്നു? ഹെഡിങ് എന്തായിരുന്നു? അല്ല, മെയിൻ ഹെഡിങ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിന്റെ മെയിൻ ഹെഡിങ്സ് ഈ എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞില്ലേ. മോണോസാക്രൈഡില് എത്ര ഹെഡിങ് ഉണ്ട്? 2 ഉള്ളൂ. റൈബോസ് ഇല്ല കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഏതൊക്കെയായിരിക്കും ഹെഡിങ് വരുന്നത്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ഹെഡിങ്ങുകളാണ്. പിന്നെ എന്താ വരുന്നത്? ഡൈസാക്രൈഡില് സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. 5 ഹെഡിങ് ആയില്ലേ? ഓക്കെ, ഇനി എന്താണ്? പോളിസാക്രൈഡിൽ 3 ഹെഡിങ് വരും. ഏതൊക്കെയാ? സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. എന്ന് പറഞ്ഞേ. സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. ടോട്ടൽ എത്രയായി? 8. അത് ഓർഡറിൽ ഇപ്പൊ പറയും. ബിലാൽ റെഡി ആണെന്ന് പറഞ്ഞു കണ്ടോ. ഓക്കെ, അപ്പോ മോണോസാക്രൈഡ് എക്സാമ്പിൾ മാത്രം പറഞ്ഞാൽ മതി. ഡൈ അങ്ങനെ പറഞ്ഞു. ഡൈസാക്രൈഡ്, സൂക്രോസ് കിട്ടി. ദെൻ നെക്സ്റ്റ് ഗ്ലൈക്കോജൻ. കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ കിട്ടണം. വേഗം പറഞ്ഞു. അങ്ങനെ 2 എക്സാമ്പിൾ. ഗ്ലൂക്കോസ്, ദെൻ ഡൈസാക്രൈഡ്, sucrose, then polysaccharide, starch, then glucose, disaccharide, maltose, lactose, sucrose, then poly, glycogen. Polysaccharide, cellulose. Okay, the next. If you പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടന്റ് ഒന്ന് ഓർഡറിൽ പറയണം കേട്ടോ. നമ്മുടെ ബയോമോളിക്യൂൾ ഇല്ലേ, ബയോമോളിക്യൂൾ പഠിക്കണം എന്ന് പറയാണ് ആക്ച്വലി വരുന്ന സമയത്ത്. പെട്ടെന്ന് അതിന്റെ മെയിൻ കണ്ടന്റ് ഇട്ട് ഒരു ബേസിക് ഫ്രെയിമിലേക്ക് കൊണ്ടുവരും. ടെക്സ്റ്റ് ബുക്ക് ആകെ എത്ര ക്വസ്റ്റൻ ഉള്ളൂ കണ്ടോ? 25 പഠിച്ചു കണ്ടോ? 25 ക്വസ്റ്റൻസ്. അത് മുഴുവനും കിട്ടുകയും വേണം കേട്ടോ. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കാം. ദെൻ ജോഷി എല്ലാവർക്കും കൊണ്ട് പറയും കേട്ടോ, ആരും വിഷമിക്കണ്ട. ഓൺലൈനിൽ സാൻസ് റെഡി ആണെന്ന് പറഞ്ഞു പറയുന്നു. ഓക്കെ, അപ്പൊ ഈ ഹെഡിങ്സിനെ കുറിച്ച് അല്ലെ പറയാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയി. കാർബോഹൈഡ്രേറ്റ് കഴിഞ്ഞു അല്ലെ, എന്ത് എളുപ്പമാണ് ഓരോ ഹെഡിങ്ങിനെ കുറിച്ച്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാ? ഗ്ലൂക്കോസ് കണ്ടമാനം ഉണ്ട്. ബാക്കിയൊക്കെ ഓരോ ലൈനുള്ളൂ. ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ 2-3 ലൈൻ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ബുദ്ധിമുട്ടില്ല. പക്ഷെ കാർബോഹൈഡ്രേറ്റിലും ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് വലിയ ഏരിയയാണ് വരുന്നത്. അതൊഴിച്ച് ബാക്കിയൊക്കെ കുറച്ച് വേഗം തീരുകയും ചെയ്യും കേട്ടോ. ഓക്കെ, വേഗം പറഞ്ഞു. മോണോസാക്രൈഡിന്റെ ഒക്കെ പേരുകൾ കേട്ടോ, വേഗം പറയും കേട്ടോ. വേഗം പറഞ്ഞു. എക്സാമ്പിളുകളാണ് ഗ്ലൂക്കോസ്, അത്രേ ഉള്ളൂ. ഇനി ഡൈസാക്രൈഡ്,
സൂക്രോസ്. കേട്ടോ? ഓക്കെ. പപ്പായ കണ്ടിട്ടില്ലേ? പപ്പായനെ കണ്ട അപ്പത്തിന് പറഞ്ഞേക്കണം സൂക്രോസ്. കേട്ടോ? ഓർത്തോ. പപ്പായനെ കണ്ട സൂക്രോസ്. മാൾട്ടോസ് എവിടെയുള്ള? പൊട്ടറ്റോ ഇല്ലേ? പൊട്ടറ്റോ പൗഡർ, അത് നന്നായിട്ട് റിഫൈൻഡ് ആയിട്ട് പൗഡർ ആക്കി വന്നു കഴിഞ്ഞിട്ട് ഈ മസിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ഇതില്ലേ, അവിടെ ബോഡി മാസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന മെയിൻ കണ്ടന്റുകളിൽ ഒരെണ്ണമാണ് മാൾട്ടോസ്. പ്രോട്ടീൻ പൗഡർ അല്ല ഉദ്ദേശിച്ചത്. മാൾട്ടോസ് കൊടുത്തു കഴിഞ്ഞാൽ മാസ് കൂടുന്ന പറയാം. കേട്ടോ? ഓക്കെ. നെക്സ്റ്റ് ലാക്ടോസ് എവിടെയുള്ള? പാൽ. അത് എന്തായാലും തെറ്റുന്നില്ല, ആർക്കും തെറ്റിയിട്ടില്ല അല്ലേ? ഓക്കെ. മിൽക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത ഇത് കഴിഞ്ഞു. ഇനി പോളിസാക്കറൈഡ്. ആനിമൽ ഫാറ്റ് ആണ് ഗ്ലൈക്കോജൻ. അത് കിട്ടി. ബുക്കിനത്തോട് ബുക്കിൽ എന്താ ഉള്ളത് അത് പറ. ബുക്ക് ഉണ്ടാക്കിയേക്കുന്നത് അത് വെച്ചിട്ടാണോ? അതുപോലും അറിയില്ലേ. പക്ഷെ അങ്ങനെ ആലോചിക്കണ്ടേ. വുഡിൽ എന്തുണ്ട്? വുഡിൽ എന്താ ഉള്ളത്? വുഡിന്റെ സെൽവാൾ ഉണ്ടാക്കിയേക്കുന്നത്. സെൽവാൾ കൺസിസ്റ്റ് ഓഫ് ഡാഷ് സെല്ലുലോസ്. ഓക്കെ. നെക്സ്റ്റ് അടുത്ത് നല്ല മധുരമൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കഴിക്കൂലേ, അത് ഡാഷ് ആണെന്ന് പറയും. റൈസ് കഴിക്കൂലേ, ഇഡ്ഡലി ഒക്കെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞേക്കണം വീട്ടിൽ ഞാൻ. കേട്ടോ? ഓക്കെ. കിട്ടുന്നുണ്ട്. ഓക്കെ. കണ്ട ഇഡ്ഡലിയുടെ കാര്യം പറഞ്ഞപ്പോൾ ക്ലിക്കായി. കണ്ട ഓർത്തൊക്കെ. അതാണ് ആക്ച്വലി. കണ്ടോ? ഓക്കെ. അപ്പോ പറയണോ കേട്ടോ? മോണോസാക്കറൈഡ്. then disaccharide. നോടി അനിമൽ ഫാറ്റ്, നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിനെ കണ്ട് ഗ്ലൈക്കോജൻ. ഓക്കെ. കിട്ടി. കുഴപ്പമില്ല അല്ലേ? ഇപ്പൊ ഒന്നുള്ളൂ, ഒരു പ്രാവശ്യം കേട്ടുള്ളൂ അല്ലേ? പുറത്തു നോക്കാം. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞു അല്ലേ? ഗുഡ്. നല്ല വെച്ച് കേട്ടോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് അഭിനവ്. വീഡിയോ ഓൺ ആക്കിയിട്ട് പറയണം കേട്ടോ. സയൻസ് നന്ദന. ഫസ്റ്റ് അഭിനവ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. വീഡിയോ ഓൺ ആക്കണം കേട്ടോ മോനെ. പെട്ടെന്ന് ഓൺ ആക്കിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമെങ്കിലും നിങ്ങൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ആണ്. പറഞ്ഞോ മോനെ അഭിനവ്. എക്സാമ്പിൾസ്. ഒലിഗോസാക്കറൈഡ് അല്ല, ഡൈസാക്കറൈഡ് കേട്ടോ. ഇല്ല, ഒലിഗോസാക്കറൈഡ് ഒരു ഗ്ലൈക്കോജനൊക്കെ പോളിസാക്കറൈഡാ. ഞാൻ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്ത് തരാം മോനെ. മോണോസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, മോണോസാക്കറൈഡ്. ദെൻ ഡൈസാക്കറൈഡ് എന്തിന്റെ അണ്ടറിൽ വരുന്ന? ഒലിഗോസാക്കറൈഡിന്റെ അണ്ടറിലാണ് ഡൈസാക്കറൈഡ്സ് വരുന്നത്. എന്തായിരുന്നു ആക്ച്വലി? 2 to 10 അല്ലേ? 2 to 10 മോളിക്യൂൾ വരുമ്പോൾ അതിൽ നമുക്ക് ഡൈസാക്കറൈഡ്സ് മാത്രമാണ് ഒലിഗോസാക്കറൈഡിന്റെ അണ്ടറിൽ പഠിക്കുന്നത് കേട്ടോ? ഓക്കെ. അപ്പോൾ ഒലിഗോസാക്കറൈഡിന്റെ അണ്ടറിലാണ് ഈ ഡൈസാക്കറൈഡ് കിടക്കുന്നത്. കുറെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി ഞാൻ നേരെ കൊണ്ടുപോയതാണ് ഡൈസാക്കറൈഡ് കേട്ടോ? ഓക്കെ. ഡൈസാക്കറൈഡിൽ നമുക്ക് 3 ഹെഡിങ്സുകളാണ് വരുന്നത്. അതിൽ ആദ്യം വരുന്നത് സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. ദെൻ പോളിസാക്കറൈഡ് എന്ന് പറയുമ്പോൾ ലാർജ് നമ്പർ ഓഫ് വരുന്നതാണ്. അതിൽ വരുന്നതാണ് സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ കേട്ടോ? ഓക്കെ. ഒന്ന് പറഞ്ഞു ഹെൽപ്പ് ചെയ്തേ. സെല്ലുലോസ്. ഓക്കെ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സയൻസ് എന്ന് പറയും. പറഞ്ഞു കേട്ടോ. ഓക്കെ. തിരുവർക്കനെ പറഞ്ഞു. മൈക്ക് എടുത്തു ഞാൻ പറഞ്ഞു. ഓക്കെ. നന്ദന. മൈക്ക് ഓഫ് ആണ്. ഇപ്പൊ ഓക്കെ. പറഞ്ഞു. ദെൻ ആദിഷ് മോനെ. ആദിഷ് പറഞ്ഞു. കേൾക്കുന്നില്ല മോനെ, മൈക്ക് ഓഫാ.
ഗ്ലൈക്കോജൻ കേട്ടോ ഓർത്ത് നോക്കുക. ഞാൻ ഇപ്പൊ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ഇത്രയും പറയിപ്പിക്കുന്നത് സ്ട്രക്ചർ കറക്റ്റ് ആക്കിയിട്ട് മാത്രമേ റിഫൈൻഡ് ആയിട്ട് പോകാവൂ കേട്ടോ ഓർത്ത് നോക്കാം. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇതില് ടെക്സ്റ്റ് ബുക്കില് രണ്ടാമത്തെ പേജ് സെക്കൻഡ് പേജിൽ റെഡ്യൂസിങ് ഷുഗർ ഉണ്ട്. റെഡ്യൂസിങ് ഷുഗർ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു റെഡ്യൂസിങ് ഷുഗർ? പഠിച്ച ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുക. അപ്പൊ ഒരു ക്ലാസ് അങ്ങ് വേണം. അത് ഡെഫിനിഷൻ ആണ്. ഒലിഗോസാക്കറൈഡിന്റെ ഒക്കെ ഡെഫിനിഷൻ, മോണോസാക്കറൈഡ് ഡെഫിനിഷൻ ആണ്. റെഡ്യൂസിങ് ഷുഗർ അല്ലേ? ആൽഡിഹൈഡ് റെഡ്യൂസസ് ടോളറൻസ് ഫോർ ഫെയിലിംഗ് റിയേജന്റ്. ദാറ്റ് ഈസ് സോറി ആൽഡിഹൈഡ് അല്ല, കാർബോഹൈഡ്രേറ്റ് റെഡ്യൂസസ് ടോളറൻസ് ഫോർ ഫെയിലിംഗ് റിയേജന്റ്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്തിനാ? ആൽഡിഹൈഡ് ഉണ്ട് അല്ലേ? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഓൾ മോണോസാക്കറൈഡ് എന്തായിരിക്കും? റെഡ്യൂസിങ് ഷുഗർ. എല്ലാ മോണോസാക്കറൈഡും റെഡ്യൂസിങ് ഷുഗർ ആണ്. അതാണ് ആദ്യം ഓർത്ത് വെക്കേണ്ടത്. ഡൈസാക്കറൈഡ് വരുമ്പോൾ വ്യത്യാസം വരും. ഡൈസാക്കറൈഡിൽ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ എന്താ പറയാ? കാർബോഹൈഡ്രേറ്റ് വിച്ച് റെഡ്യൂസസ് ടോളറൻസ് ഓർ ഫെയിലിംഗ് റിയേജന്റ്, ദാറ്റ് ഈസ് നോൺ ആസ് റെഡ്യൂസിങ് ഷുഗർ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹെഡിങ് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ കെയിൻ ഷുഗർ എന്ന് പറയുമ്പോൾ എന്താ? C12H22O11. അതിനെ ഹൈഡ്രോളിസിസ് ചെയ്യും. അപ്പൊ എന്തൊക്കെ കിട്ടും? C6H12O6 ഗ്ലൂക്കോസ് പ്ലസ് C6H12O6 രണ്ട് സെയിമാ, പക്ഷെ അത് ഐസോമർ ആയതുകൊണ്ട് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അതാണ് മെയിൻ ആയിട്ട് പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ്. അത് അധികം വന്നിട്ടില്ല. പക്ഷെ അടുത്ത ടോപ്പിക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിൽ. അത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ ആണ് ആക്ച്വലി. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ. ആര് പറയും? ശരിയാ, പറഞ്ഞോ. ഞാൻ ആദ്യത്തെ ചോദിച്ചില്ല, കേരളം പറയുമല്ലോ. ഓർഡർ തെറ്റിച്ചാ ചോദിച്ചേ. ഇനി ഓർഡറിൽ ചോദിക്കാം പഠിച്ചോട്ട്. പെൻഡാസെറ്റേറ്റ് ഓഫ് ഗ്ലൂക്കോസ് അത് വേറെയാണ് ആക്ച്വലി. ആ ടോപ്പിക് തന്നെ കേട്ടോ. അതിലെ ലാസ്റ്റത്തെ ഏറ്റവും ടഫ് ഉള്ളതാണ് അയാൾ ചോദിച്ചത്. പെൻഡാസെറ്റേറ്റ് ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ ഗ്ലൂക്കോസിലേക്ക് CH3CO twice-O അല്ലെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും എന്നുള്ളതാണ് ഒരു സ്ട്രക്ചർ ആണ് ആക്ച്വലി വരുന്നത്. എന്റെ ചോദ്യം ഇതല്ല. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ ഡാഷ് ഒറ്റ ഓടി പഠിക്കാവുന്നുള്ളൂ. അവിടെ കിട്ടി. ഗ്ലൂക്കോണിക് ആസിഡ് എന്ത് കിട്ടും? ഗ്ലൂക്കോണിക് ആസിഡ്. എന്തായിരുന്നു ഗ്ലൂക്കോണിക് ആസിഡ്? ഇവിടെ നോക്കിയേ, ഇവിടെ ഇല്ലേ ഇത് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് ബ്രോമിൻ വാട്ടർ ഇട്ട് ഇവിടെ COH ആവും, ഇവിടെ COH ആവില്ല. മനസ്സിലായി? എവിടെ മാത്രമാവും? ഇവിടെ COH. ഇനി ഗ്ലൂക്കോസിലേക്ക് HNO3 സ്ട്രോങ് ഓക്സിഡേഷൻ. അപ്പൊ എന്ത് കിട്ടും? ഒരാൾ പറഞ്ഞു സക്കാരിക് ആസിഡ്. അത് ഇവിടെയും COH ആവും, ഇവിടെയും COH എന്ന് പറഞ്ഞ് ഇത് മാറ്റിയിട്ട് COH കൊടുക്കാം. ഇവിടെ മാറ്റിയിട്ട് എന്ത് കൊടുക്കുക? COH. അപ്പൊ അതെന്താ? എല്ലാവരും ഇപ്പൊ ചോദിക്കും ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ എന്താ? ഗ്ലൂക്കോണിക് ആസിഡ്. ഗ്ലൂക്കോണിക് ആസിഡ് എന്താ? ഈ CHO മാറ്റിയിട്ട് അവിടെ എന്ത് കൊടുക്കണം? COH. ബാക്കി ഒന്നും അനക്കണ്ട, അതുപോലെ തന്നെ എഴുതിക്കും. ഇനി അടുത്ത എന്തായിരുന്നു? ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HNO3. അപ്പൊ എന്തായിരിക്കും കിട്ടുക? സക്കാരിക് ആസിഡ്. എന്താ കിട്ടുന്നത്? സക്കാരിക് ആസിഡ്. അത് എവിടെയാവും? ഈ CHO മാറുക, അവിടെ COH കൊടുക്കുക, ഇവിടെയും COH. കണ്ടോ? അപ്പൊ ഓർഡർ കിട്ടാൻ വേണ്ടി അപ്പൊ ആദ്യം ഗ്ലൂക്കോണിക് ആസിഡ്, CHO മാറി COH. ദെൻ അടുത്ത എന്തായിരുന്നു വെച്ചെങ്കിൽ സക്കാരിക് ആസിഡ്. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HNO3. എവിടെ? രണ്ട് സൈഡിലും COH. ദെൻ അടുത്ത ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HI എൻഹെക്സെയിൻ. ഇത് മൂന്നെണ്ണം പഠിക്കാൻ പറയും. ബാക്കി അവിടെയുള്ള ടോപ്പിക്കുകൾ ഞാൻ ഇത് പറയണ പോലുമില്ല. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HCN സൈനോഹൈഡ്രിൻ. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് അസറ്റൈൽ അൺഹൈഡ്രേറ്റ്. അതാണ് നേരത്തെ പറഞ്ഞത് അല്ലെ? ഓർത്ത് നോക്കുക. പെൻഡാ അസറ്റേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് വരും. ഇവിടെ നിന്നൊക്കെ എന്ത് പറ്റും? ഈ OH മാറിയിട്ട് അവിടെയാണ് എന്ത് വരിക? C ഡബിൾ ബോണ്ടോ CH3 എന്ന് പറയുന്നത്. ആ മൂന്നെണ്ണം, ബാക്കി പറയുന്ന മൂന്നെണ്ണം ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെങ്കിൽ പോലും ഈ മൂന്നെണ്ണത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. കാരണം അത് ടെക്സ്റ്റ് ബുക്കില എക്സസൈസിലെ ക്വസ്റ്റൻ ആണ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ പാസ്റ്റ് ഇയറിൽ വന്നേക്കാണ് ആക്ച്വലി വരുന്നത്. ബാക്കിയുള്ളത് വന്നിട്ടേ ഇല്ലെന്ന് തന്നെ പറയാം. സൈനോട്ടിനൊക്കെ ഒരു പ്രാവശ്യമൊക്കെ വന്നിട്ടുള്ളൂ 15 ഇയേഴ്സിൽ. അപ്പൊ നമുക്ക് പഠിക്കുമ്പോൾ ഏറ്റവും പ്രയോറിറ്റൈസേഷൻ ഉള്ളത് അൾട്രാ ക്ലിയർ ആക്കുക, ദെൻ അതിലേക്ക് ആഡപ്പ് ചെയ്യാം എന്ന് ഓർത്ത് നോക്കുക. അപ്പൊ ഇത് നിങ്ങൾ നല്ല ക്ലിയർ ആണെങ്കിൽ മാത്രം ഇതിലേക്ക് ആഡപ്പ് ചെയ്യാം. ഈ മൂന്നെണ്ണം എന്തായാലും കിട്ടണം. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HI ഞാൻ പറഞ്ഞേ നോർമൽ ഹെക്സിൻ. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ ഗ്ലൂക്കോണിക് ആസിഡ്. ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്ത് എന്ത് കിട്ടും? ഗ്ലൂക്കോണിക് ആസിഡ്. എവിടെയാ മാറുക? ഇവിടെ മാറും. എന്നിട്ട് COH ഓക്സിഡേഷൻ ആണ് കേട്ടോ. ഓർത്ത് നോക്കാം. ഓക്കെ, ഇയാൾ പെട്ടെന്ന് ആലോചിച്ചു എന്തിനാണ് ബ്രോമിൻ വാട്ടർ ഇട്ടിട്ട്? ബ്രോമിൻ ഇവിടെ ഒന്നുമില്ലല്ലോ, അതല്ലേ മൈൻഡിൽ ആലോചിച്ചത്. അതാണ് ആലോചിച്ചത്. എന്താ ഓർത്ത് നോക്കാം. നോർമൽ അങ്ങനെ ആലോചിക്കുക എല്ലാവരും അല്ലെ? ബ്രോമിൻ വാട്ടർ ഇട്ടിട്ട് ബ്രോമിൻ ഇല്ലാത്തൊരു സാധനം കിട്ടും അല്ലെ? ഓർത്ത് നോക്കാം. അത് കിട്ടാൻ കാരണം എന്താ? അത് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ആക്ച്വലി വരുന്നത്. ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ആക്ച്വലി. അയാള് വേറെ റോളുകളൊന്നും ഇല്ല കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഓക്സിജൻ അങ്ങനെ കൊടുക്കുന്ന ഒരു ഏജന്റ് അല്ലെ? ഓർത്ത് നോക്കാം. അതല്ലാതെ വേറെ റോളുണ്ടോ? ഇല്ല. അതാണ് ആക്ച്വലി വരുന്നത്. നെക്സ്റ്റ് ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HNO3 സ്ട്രോങ് ഓക്സിഡേഷൻ. എന്ത് കിട്ടും?
സക്കാറിക് ആസിഡ്. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HI. N-hexane. കേട്ടോ ഓർത്ത് നോക്കുക. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ. ഗ്ലൂക്കോണിക് ആസിഡ്. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HI. സക്കാറിക് ആസിഡ് പറയാൻ കരുത്, ഞാൻ മാറ്റി HI എന്തായിരിക്കും? N-hexane. കേട്ടോ ഓർത്ത് നോക്കുക. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ബ്രോമിൻ വാട്ടർ. ശരിയാ. ഗ്ലൂക്കോണിക് ആസിഡ്. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HI. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HNO3. സക്കാറിക് ആസിഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HI. ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് HNO3. കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ അവിടെ തീർന്നു. ദെൻ നെക്സ്റ്റ് ഹെഡിങ് വരുന്നത് ഈ സ്ട്രക്ചർ ഇല്ലേ, ഈ സ്ട്രക്ചർ നമ്മൾ നന്നായിട്ട് പഠിച്ചു, ക്ലിയർ ആയി. അത് കഴിഞ്ഞിട്ട് അവർ പറയാണ് ഈ സ്ട്രക്ചർ ശരിയല്ല, കുറച്ചും കൂടി ബെറ്റർ സ്ട്രക്ചർ ഉണ്ട്. അവിടെ ഓർത്ത് നോക്കുക, ബെറ്റർ സ്ട്രക്ചർ ഉണ്ട്. അതാണ് എന്ത്? സൈക്ലിക് സ്ട്രക്ചർ അല്ലെ? സൈക്ലിക് സ്ട്രക്ചർ. ആ സൈക്ലിക് സ്ട്രക്ചർ കണ്ടെത്തുന്ന റീസൺ 3 ഉണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഒരു 9ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടാണ് എക്സസൈസിൽ ഓർത്ത് നോക്കുക. അതിൽ അവർ പറയുന്നത് ഈ ഗ്ലൂക്കോസിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട് അല്ലെ, പക്ഷെ അത് ഈ പെന്റാസെറ്റേറ്റ് ഓഫ് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നില്ല. അപ്പൊ ആബ്സെൻസ് ഓഫ് എന്തായിരിക്കും? ഫ്രീ CHO. ആണ് ഓർത്ത് നോക്കുക. എപ്പോഴും CHO ഫ്രീ അല്ല എന്നാ പറയുന്നത്. ഫ്രീ അല്ല എന്ന് പറഞ്ഞില്ല എന്നാണോ? ആണോ? ഞാൻ ഇന്ന് സിനിമ കാണാൻ ഫ്രീ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലാതായോ? ഇല്ല അല്ലെ? ഇടക്ക് ഞാൻ വേണമെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പൊ ഇടക്ക് അത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു സൈക്ലിക് സ്ട്രക്ചറിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ സ്ട്രക്ചറിന്റെ പേരാണ് ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ്. ഒന്ന് പറഞ്ഞു ഒരുമിച്ച്, ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ്. ഒന്നും കൂടി പറഞ്ഞേ, ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ്. ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ്. കേട്ടോ ഓർത്ത് നോക്കുക, ആൽഫ ഡി ഗ്ലൂക്കോ പൈറാനോസ്. എന്തുകൊണ്ട് ആൽഫ ഡി? ഇവിടെ പ്ലസ് ആണ് കേട്ടോ ഓർത്ത് നോക്കുക. ഈ പ്ലസും ഡിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ആണോ? അല്ല. ഡി എന്ന് പറയുന്നതും പ്ലസും തമ്മിൽ യാതൊരു ഒന്നുമില്ല. ഇതിൽ ഏതാണ് ഡെക്സ്ട്രോ? ഡി ആണോ പ്ലസ് ആണോ? അതാണ് പ്ലസ്. പ്ലസ് മാത്രമാണ് ഡെക്സ്ട്രോ. ഡി എന്ന് പറയുന്നത് അതിന്റെ റിലേറ്റീവ് കോൺഫിഗറേഷൻ. ഡി എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റീവ് കോൺഫിഗറേഷൻ. അപ്പൊ ഡിയും എല്ലും എന്താണ്? റിലേറ്റീവ് കോൺഫിഗറേഷൻ. അതിന്റെ സ്ട്രക്ചർ ആണ് ആക്ച്വലി. ആ സ്ട്രക്ചറിൽ വരുന്ന വ്യത്യാസം അനുസരിച്ചാണ് COHന്റെ ഒരു റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് സൈഡും തമ്മിലുള്ള കോൺഫിഗറേഷൻ ആണ് ഡി എന്ന് പറയുന്നത്. പ്ലസ് കണ്ടാൽ ഡെക്സ്ട്രോ. കേട്ടോ ഓർത്ത് നോക്കുക. മൈനസ് കണ്ട ലീവോ. മൈനസ് കണ്ട ലീവോ. അപ്പോ ഇത് ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോ പൈറാനോസ്. പൈറാൻ എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്നാണ്. ഞാൻ വരക്കും, വരച്ചിട്ട് അപ്പൊ തന്നെ മാറ്റുന്നത് നിങ്ങൾ കാണാതെ വരക്കേണ്ടി വരും കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ ഞാൻ ട്രസ്റ്റ് ചെയ്യും, അവര് അല്ലാതെ രക്ഷയില്ല. കണ്ടോ അവര് പറയുന്നു കേട്ടോ. അപ്പൊ നമുക്കൊന്ന് വരക്കാനായിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ വരക്കുന്ന ഫസ്റ്റ് മെത്തേഡ് എന്തായിരുന്നു കേട്ടോ? വരച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മാറ്റുള്ളൂ കേട്ടോ. അപ്പൊ വരക്കരുതാരും കേട്ടോ. അതുകൊണ്ട് ഓക്കെ. ദെൻ വരക്കുമ്പോൾ ആദ്യം എന്ത് വരക്കണം? ബെൻസീൻ റിംഗ് അല്ലെ? ഇത് കണ്ടോ, ഇവിടെ നേരെ ഇരിക്കുന്ന ഒരു ബെൻസീൻ റിംഗ് വരച്ച് ഇല്ല, ആ ബെൻസീൻ റിംഗിന് ഉന്തി മറച്ചിടണം കേട്ടോ. ഓക്കെ, എന്തായി കണ്ടോ? പാവം ബെൻസീൻ റിംഗ് വീണു കണ്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിയേ, ഒരു കാർബൺ എടുത്ത് കളഞ്ഞിട്ട് അല്ലെ ഓക്സിജൻ. ഓക്സിജൻ അല്ലെ? ഓക്സിജൻ. ആ ഓക്സിജനെ നമ്മൾ കൊടുക്കണം. ഇതാണ് ആദ്യം ഓർത്ത് നോക്കേണ്ടത്. ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെ 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 വരക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ ഇത് പൈറാൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂളിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് വന്നേക്കുന്നതാണ് പൈറാൻ എന്ന് പറയുന്നത്. പൈറാന്റെ സ്ട്രക്ചർ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാക്കുന്നത് കേട്ടോ? ഓക്കെ, എല്ലാ സ്ട്രക്ചറും നമ്മൾ വരക്കുന്നില്ല കേട്ടോ. നോക്കിയോ, പൈറാൻ എന്ന് പറയുന്ന മോളിക്യൂൾ ഇതാണ് ആക്ച്വലി കണ്ടോ. ഇതാണ് പൈറാൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പൈറാന്റെ സ്ട്രക്ചർ ഇന്നേ വരെ ബോർഡിൽ വന്നില്ല. ലാസ്റ്റ് ഇതൊക്കെ ഞാൻ ചോദിക്കും, സ്ട്രക്ചർ ഓഫ് പൈറാൻ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലോ, ചോദിച്ചൂടെ? ഇന്നേ വരെ ബോർഡ് എക്സാമിന് വന്നിട്ടില്ല കേട്ടോ. ഓർത്തോ, അതാണ് ഞാൻ പറഞ്ഞത്. 95 വേണ്ടി ആദ്യം പഠിക്കുക. ഒരു 90ക്ക് മുകളിൽ നമുക്ക് ഗ്യാരണ്ടി ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾ ബേസിക് കാര്യങ്ങൾ മാത്രം അൾട്രാ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പോലും 90ക്ക് മുകളിൽ സ്കോർ ചെയ്യും. നല്ല സേഫ് ലെവലായി അല്ലെ? ഓർത്ത് നോക്കുക. ഒരാളും ചീത്ത പറയാത്ത മാർക്കാണ് ഒരു 93, 95, 97 അങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു മാർക്കായി. അതിലേക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യമുള്ള മാത്രം പഠിക്കുക. അത് കഴിഞ്ഞാൽ കഥ മാറി. പിന്നെ നമ്മൾ ഫുള്ളിനാണ് പഠിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളും അഴിച്ചു പഠിക്കും. അപ്പൊ എന്തായിരിക്കും? പൈറാൻ കണ്ടോ. ഓർത്ത് നോക്കുക, സ്ട്രക്ചർ ഓഫ് പൈറാൻ അല്ലെ? 2 മാർക്ക് ക്വസ്റ്റ്യൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്ലെ നമ്മൾ വിചാരിക്കും അങ്ങനെ വരട്ടെ, ആർക്കും കിട്ടണം, എനിക്ക് കിട്ടണം, അങ്ങനെ വിചാരിക്കാം വേണമെങ്കിൽ കോമ്പറ്റീഷൻ ആയിട്ട് അല്ലെ? ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കത് പഠിക്കാം. അല്ലാതെ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ഓർത്ത് നോക്കാം. അപ്പൊ ഈ പൈറാൻ എന്ന് പറയുന്ന മോളിക്യൂള് ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ പിരിഡിൻ. ഇന്നലെ ആരോ ചോദിച്ചു പിരിഡിൻ അല്ലെ? ഓർത്തോ, പിരിഡിൻ എന്താണ്? 11th അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം നമുക്ക് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ഈ സ്ട്രക്ചറിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ സ്ട്രക്ചർ ഇരിക്കുന്നത് കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ആൽഫ ഡി ഗ്ലൂക്കോ
പൈറാനോസ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇതില് ആദ്യം നിങ്ങൾ നമ്പർ കൊടുക്കണം. നമ്പർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്നാണ് നമ്പർ കൊടുക്കേണ്ടത്. 1 2 3 4 5. ഞാൻ നോക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ എനിക്ക് സ്ട്രക്ചർ ഒന്നും വരച്ച് കറക്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, മെത്തേഡ് കറക്റ്റ് ആവണം. ആദ്യം എന്താ ചെയ്തത്? ബെൻസീൻ അല്ലെ, അത് കഴിഞ്ഞിട്ട് O കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കൊടുത്ത് നമ്പർ കൊടുത്തിരിക്കണം. ഇനി ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് നോക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇതില്, അത് തേർഡ് പൊസിഷൻ ആണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ തേർഡിൽ OH അകത്തായിരിക്കണം. തേർഡില് OH ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ OH എങ്ങാനും ഇപ്പുറത്താണെങ്കിൽ പിന്നെ ടീച്ചർ വേറെ ഒന്നും നോക്കില്ല, വെട്ടിക്കളെ. കാരണം ഏറ്റവും കൂടുതൽ കോമൺ എറർ വരുന്നത് എന്താ? ഈ OH അകത്തായിരിക്കണം. അപ്പൊ ഇനി നമ്മൾ ഫ്രക്ടോസ് വരക്കും, അവിടെ തേർഡ് പൊസിഷൻ വേറെ എവിടെയാ വരിക? ഏകദേശം മോളിൽ നിന്നാണ് നമ്പർ ചെയ്യുക. അപ്പോഴും തേർഡിലുള്ള OH എന്തായിരിക്കണം? അകത്ത്. ഇനി ഈ OH അകത്താണെങ്കിൽ ഒരു OHും ഇതിനകത്ത് വരാൻ പാടില്ല, ഇതിനകത്ത് ഇനി ഒരു OHും വരാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ H, ഇവിടെ H. ഇനി OHന്റെ ഓപ്പോസിറ്റ് H, ഇവിടെ എന്തായിരിക്കും? OH. ഓർത്ത് നോക്കാം. അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇനി ഈ ഇത് കണ്ടോ, ഇത് രണ്ടുപേരും കണ്ടോ, ഈ രണ്ടെണ്ണം ഒരേ ഫോർമാറ്റില് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് രണ്ട് ഫോർമാറ്റും കറക്റ്റ് ആയിട്ടുണ്ട്. അവിടെ ഒരേ ഫോർമാറ്റിൽ വരക്കണം. HOH കേട്ടോ. ഓർത്തോക്കെ 3D ആലോചിച്ചേ. ഇത് കണ്ടോ, ഈ OH മാത്രമല്ലേ മുകളിലിരിക്കുന്നുള്ളൂ. 3D എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു പ്ലെയിൻ ആണെങ്കിൽ ഈ OH മാത്രം മുകളിലുള്ളൂ, ബാക്കിയൊക്കെ എവിടെയാ? ഓപ്പോസിറ്റ്. കണ്ടോ, ഇവിടെ നമ്മൾ വരച്ചതല്ലേ, ശരിയല്ലേ? ഏത് OH മാത്രമേ നിൽക്കണുള്ളൂ? കണ്ടോ, ഓർത്ത് നോക്കാം. 3D കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ ഇവിടെ നമ്മൾ പറയുന്നത് ഈ 6ഉം 1ഉം തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്, യോ കോമൺ ആയിട്ട് വരികയാണ്. ആക്ച്വലി അങ്ങനെയാണ് എന്താവുന്നത്? സൈക്ലിക് ആവുന്നത് അല്ലേ? ഓക്കെ. നമ്മൾ കിടക്കുമ്പോൾ അല്ലേ ചുരുണ്ട് കൂടിയൊക്കെ കിടക്കൂലേ? തടപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ കിടക്കൂലേ? എല്ലാവരും പടി പോലെയാണ് കിടക്കുക അല്ലേ? നമ്മളൊന്ന് ചുരുണ്ട് കൂടി കിടക്കും എന്ന് കരുതിയിട്ട് നമ്മുടെ തലയൊക്കെ വെട്ടി കാലിന്റെ അവിടെ ഒട്ടിച്ച് നോക്കുമോ? ഇല്ലല്ലോ അല്ലേ? ഓർത്ത് നോക്കാം. നമ്മൾ അല്ലെ പതുക്കനെ ഒന്ന് അതുപോലെ ഇത് സൈക്ലിക് ആവാണ്. ആക്ച്വലി ബ്രേക്ക് ആവില്ല, മോളിക്കൂൾ എന്താവില്ല? ബ്രേക്ക് ആവില്ല. അത് ശ്രദ്ധിക്കുക. ആരൊക്കെ തമ്മിലാണ് ജോയിൻ ചെയ്തേക്കുന്ന? 1ഉം 6ഉം. അങ്ങനെയാണ് ഈ പൊസിഷൻസുകളിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഓർഡർ. സോറി, 1ഉം 5ഉം കേട്ടോ, 1ഉം 5ഉം. അതാണ് ഈ മുകളിലേക്ക് വന്നേക്കുന്നത് 6, 1ഉം 5ഉം. ദെൻ CH2OH ഉണ്ടോ? എന്തുകൊണ്ടാ? 6ൽ ആരുണ്ട്? ഉണ്ടോ? CH2OH. അപ്പൊ സ്ട്രക്ചർ വരക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക. ദെൻ ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇവിടെ ഒരു H കൊടുക്കണം കേട്ടോ, ഓർത്ത്. കാരണം ഉള്ളില് എന്ത് പാടില്ല? OH പാടില്ല. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 5 6. ക്ലിയർ ആണോ? ബോർഡിൽ നോക്കാതെ വരക്കാൻ പറ്റുമല്ലോ. ഓക്കെ. ഇനി എന്താണ് ബീറ്റാ ഡി? ബീറ്റാ ഡി വരുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റില് ഇതില്ലേ OH മുകളിലിട, H താഴെ ഇടാം. അത് ഇട്ടാ എന്തായി? ബീറ്റാ ഡി ഗ്ലൂക്കോസ്. അപ്പൊ ആൽഫ ഡിയും ബീറ്റാ ഡിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഓക്കെ. ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റാ ഡി ഗ്ലൂക്കോസും തമ്മിലുള്ളതാണ്. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങൾ അതിൽ നോക്കാതെ തനിയെ നിങ്ങൾക്ക് സെൽഫായിട്ട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി തനിയെ വേഗം ഒന്ന് വരച്ചോക്കണം കേട്ടോ. ഓക്കെ, മനസ്സിലാക്കിയിട്ട് വരക്കണം കേട്ടോ. മെത്തേഡ് മനസ്സിലാക്കി ചോദിച്ചോ. ഏതാ അവിടെ അല്ലേ ജോയിൻ ചെയ്തേക്കുന്ന പോലെ? മിക്സിംഗ് ആയി, അതുകൊണ്ടാണ് ആൽഡിഹൈഡ് അല്ലാതെ. അങ്ങനെയാണ് തെളിയിക്കുന്നത്. ആൽഡിഹൈഡിന്റെ പ്രോപ്പർട്ടി ഈ ചില സമയത്ത് കാണിക്കില്ല, ചില സമയത്ത് ഈഥറിന്റെ പോലെ കാണിക്കും. അങ്ങനെയാണ് ഇതിന് സൈക്ലിക് ഉണ്ടെന്ന് അവർ എന്ത് ചെയ്യുന്നത്? പ്രൂവൺ ചെയ്യുന്നത്. ആൽഡിഹൈഡ് ചില ടെസ്റ്റുകളിൽ കിട്ടും. അതൊക്കെ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ടെസ്റ്റ്. അതിൽ കിട്ടൂല, ഇടക്ക് കിട്ടും, ഇടക്ക് കിട്ടില്ല. എന്തുകൊണ്ടാണ് ഇടക്ക് കിട്ടാത്ത? CHO ഫ്രീ അല്ല, അത് എന്തായി മാറും? ഈഥറിന്റെ പോലെ അതുപോലെ ആവും. കണ്ടോ? ഓക്കെ, അങ്ങനെയാണ് ഇവർ ഈ സ്ട്രക്ചർ ഉണ്ടെന്ന് തെളിയിക്കണത്, പ്രൂവൺ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇടക്കാരെ പോലെയാവും? സൈക്കിളിനെ പോലെയാവും. ഇടക്കാരെ പോലെയാവും? ഓപ്പൺ സ്ട്രക്ചർ ഉണ്ടോ? ഓപ്പൺ സ്ട്രക്ചറിൽ വന്നാൽ എന്തുണ്ടാവും? CHO ഉണ്ടോ? അല്ലെങ്കിൽ സൈക്ലിക് ആവും. കറക്റ്റ് അല്ലോ കേട്ടോ. ഓർത്തോ, നിങ്ങൾ സെൽഫായിട്ടൊന്ന് വരച്ചു നോക്കണം കേട്ടോ. മെത്തേഡ് ഓക്കെ അല്ലേ? നമ്പർ ഇടണം, അല്ലെങ്കിൽ എൻ്റെ നെറ്റുള്ളൂ. നമ്പർ ഇട്ടുണ്ടോ? ഓക്കെ അല്ലേ? മന കിട്ടിയില്ലേ? കുഴപ്പമില്ല, വരച്ചോ. ഇവിടെ വെച്ചാൽ കേട്ടോ. ഓക്കെ അല്ലേ? ബീറ്റാ ഡി എന്താ വ്യത്യാസം വരെ? അത് വരും കേട്ടോ. ഓക്കെ, അതിനെന്താ വിളിക്കാം?
അങ്ങനെ വരുന്നത് ആ ഫസ്റ്റ് പൊസിഷൻ എന്താ വിളിക്കുക? ഇവിടെ വന്നേക്കുന്ന ഫസ്റ്റ് കാർബൺ ആറ്റത്തിന് ഡാഷ് എന്ന് വിളിക്കും, അനോമർ അല്ലേ? ഓക്കെ, അനോമറിക് കാർബൺ ആറ്റം കേട്ടോ. ഓക്കെ, അവിടെ ശ്രദ്ധിക്കുക, ആ വണ്ണിലല്ലേ, വണ്ണിലുള്ള വരച്ചില്ലേ? ഓക്കെ അല്ലേ? ആ വണ്ണിലുള്ള എന്ത് പറ്റും? OH ടോപ്പിൽ വരും, H വരും. അങ്ങനെ വന്നാൽ എന്താവും? ബീറ്റ ഡി ആവും. ആ ബീറ്റ ഡി ആയി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന, ആ കാർബൺ ആറ്റത്തിനെ വിളിക്കുന്ന പേരാണ് അനോമർ കേട്ടോ. ഓക്കെ, അനോമറിക് കാർബൺ ആറ്റം. വിവേക് എന്താ അനോമറിക് കാർബൺ ആറ്റം? അപ്പൊ ഡെഫിനിഷൻ എന്താ? അനോമറിന്റെ ഡെഫിനിഷൻ എന്താ? ഓൺലൈനിലിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, ഈ കാർബൺ ആറ്റം ഉണ്ടോ, ഈ OH ടോപ്പിലായി, H താഴെ വന്നാൽ ആൽഫ മാറി അത് ബീറ്റ ആവും കേട്ടോ. ഓക്കെ, ആൽഫ മാറി ബീറ്റ. അനോമറിന്റെ ഡെഫിനിഷൻ ആണ് ആൽഫ ആൻഡ് ബീറ്റ ഫോം ടുഗദർ ഈസ് നോൺ ആസ് അനോമർ. ഓർത്ത് നോക്കുക. Then particular carbon atom relative configuration is changing, that carbon atom is anomeric carbon atom. ഓർത്ത് നോക്കുക. അപ്പൊ ഇവിടെ 1 ആണ്. ഫ്രക്ടോസിന് അനോമറിക് കാർബൺ ആറ്റം ഏതായിരുന്നു? 2. അത് വൺ വേർഡ് ആയിട്ട് വരാറുണ്ട്, C1 അല്ലെങ്കിൽ C2. അവിടെയാണ് ടിസ്റ്റ് ആവുന്നത്. അപ്പോ ഫ്രക്ടോസ് വരുമ്പോ ഏതായിരിക്കും കാർബൺ ആറ്റം? C2 കേട്ടോ. ഓക്കെ, അനെ ഫ്രക്ടോസിന്റെ പേരെന്താ? ആൽഫ ഡി ഫ്രക്ടോഫ്യൂറാനോസ്. ഒന്ന് പറഞ്ഞേ, ആൽഫ ഡി ഫ്രക്ടോഫ്യൂറാനോസ്. ക്ലിയർ അല്ലേ? വേഗം പറഞ്ഞു. ഗ്ലൂക്കോസിന്റെയും പറഞ്ഞു. പറഞ്ഞു ഫ്രക്ടോഫ്യൂറാനോസ്. ഗ്ലൂക്കോസിനെ കൂടി പറയണം. ഗ്ലൂക്കോ പൈറാനോസ്. പറഞ്ഞു മോനെ. ഫ്യൂറാനോസ്, പൈറാനോസ്. ഓക്കെ, then ഇവിടെ പറഞ്ഞു ഫ്രക്ടോസിന്റെ FF ഉണ്ടോ? ഫ്രക്ടോഫ്യൂറാനോസ് ഉണ്ടോ? ഗ്ലൂക്കോസിനെ പറയണം, ഗ്ലൂക്കോ പൈറാനോസ് കേട്ടോ. ഓക്കെ, ഗ്ലൂക്കോ പൈറാനോസ്. ഫ്യൂറാനോസ്, പൈറാനോസ് കേട്ടോ. പേരുകളാണ്, അതുകൊണ്ടാണ് ആ ടേമുകൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് അതിന്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചേക്കാം. ഫിഫ്ത്ത് അല്ല, അത് താഴേക്ക് പോകും. പക്ഷെ ഇവിടെ വരുന്ന ഈ ഓക്സിജൻ ആണ് കോമൺ ആയിട്ട് എടുത്തു വരിക. അല്ല, ഇല്ല, വണ്ണിൽ വരുമ്പോ വണ്ണിലത്തെ OH മുകളിൽ H താഴെ വരും. വണ്ണിൽ അങ്ങനെ വരും. അപ്പൊ ഇതിന്റെ ഈ O ആണ്, ആ ആണ് കോമൺ ആയിട്ട് വരും. കോമൺ ആയിട്ട് വണ്ണിലെ കാർബണിന്റെ അവിടെ HOH മുകളിലുണ്ടല്ലോ, ഉണ്ടോ? വണ്ണിലെ HOH മുകളിലുണ്ടല്ലോ. അതേസമയത്ത് മറ്റെടുത്തില്ല, ഫിഫ്തിലില്ലല്ലോ, H മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കോമൺ ആണ് കേട്ടോ. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ആരെ വരക്കണം? ഫ്രക്ടോഫ്യൂറാനോസ് അല്ലേ? ഓക്കെ, ആൽഫ ഡി. ഇവിടെ ശ്രദ്ധിച്ചോ, ആൽഫ ഡി അല്ലേ? ഇവിടെ എന്താ കൊടുക്കുക? മൈനസ് ആണ്. ആൽഫ ഡി എന്താ? മൈനസ് ആണ്. ദെൻ ഇവിടെയും ബീറ്റ ഡി മൈനസ്. ഫ്രക്ടോസ് ആണെങ്കിൽ 2 മൈനസ്, ഗ്ലൂക്കോസ് ആണെങ്കിൽ 2 പ്ലസ്. അപ്പോ ഗ്ലൂക്കോസ് എല്ലാം ഡെക്സ്ട്രോ റൊട്ടേറ്ററി, ഫ്രക്ടോസ് എല്ലാം ലീവോ റൊട്ടേറ്ററി. അങ്ങനെ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ചില ആൾക്കാർ ബീറ്റ ഡി വരുമ്പോൾ അത് മൈനസ്, അങ്ങനെ ആലോചിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഗ്ലൂക്കോസ് എല്ലാം പ്ലസ്, ഡെക്സ്ട്രോ ആണ്, ഫ്രക്ടോസ് എല്ലാം ലീവോ. ഇനി നമുക്ക് ഇതിന്റെ നോക്കാം. ഫ്യൂറാൻ എന്ന് പറയുന്ന മോളിക്യൂൾ, ഫ്യൂറാനെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇനി ഫ്യൂറാനെ കണ്ടില്ല എന്നുള്ള വിഷമൊന്നും വേണ്ട, അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇതുണ്ടോ? ഇതൊരു എന്ത് ഷേപ്പാ കണ്ടിട്ട്? പെന്റഗൺ അല്ലേ? ഓക്കെ, അപ്പൊ ഒരു ഓക്സിജൻ കൊടുക്കും. കാർബൺ ഉണ്ടായിരുന്ന ആ ഓക്സിജൻ ഇത് മാറ്റിയിട്ട് ഓക്സിജൻ കൊടുക്കും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പരിപാടി എന്താ ചെയ്യാം? വരക്കുന്ന മെത്തേഡ് കറക്റ്റ് ഓർഡറിൽ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അല്ലെ, എല്ലാ ജംഗ്ഷനിലും ഇങ്ങനെ വരക്കുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ ആദ്യം ഇത് പെൻസിൽ കൊണ്ട് വരക്കണം. പ്രസന്റേഷൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഇത്രയും പെൻസിൽ കേട്ടോ, ഓർത്ത് നോക്കാം. സോറി, പെൻസിൽ അല്ല, ഇത്രയും പേന കൊണ്ട് വരക്കാം. ഈ ഞാൻ ഇട്ടേക്കുന്ന ഈ റെഡ്
റെഡ് ഉള്ളത് പെൻസിൽ കൊണ്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കണം കേട്ടോ. ഇപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് വരച്ചാൽ മതി. ഇതൊക്കെ നല്ല സ്കെയിൽ കൊണ്ടൊക്കെ ലൈൻ കൊടുക്കണം. ഭയങ്കര നീറ്റ് ആയിരിക്കണം കേട്ടോ. പേപ്പർ ഭയങ്കര നീറ്റ് ആയിരിക്കണം, പ്രസന്റബിൾ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്പർ ഇടണം. എവിടെ നമ്പർ ഇടണേ? 1 2 3 4 5 6. മെത്തേഡ് പറഞ്ഞപ്പോ ഒരേ ഒരു കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ എന്തൊക്കെ എറർ വന്നാലും തേർഡ് പൊസിഷൻ എന്ത് ചെയ്യണം? ഓയിച്ചകത്തായിരിക്കണം. അപ്പൊ ഇതിന്റെ തേർഡ് പൊസിഷൻ ഇവിടെയാണ്. നേരത്തെ തേർഡ് പൊസിഷൻ ഇവിടെ ആയിരുന്നില്ലേ? നേരത്തെ ഇവിടെ നിന്നുള്ള അല്ലെ കൗണ്ട് ചെയ്ത് ഇവിടുന്ന കാർബണിന്റെ നമ്പറാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഈ 1ലും 6ലും ഒരേപോലെ എന്ത് കൊടുക്കണം? CH2 OH. ഇവിടെയും എന്ത് കൊടുത്തേക്കണം? CH2 OH. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ ഫ്യൂറാൻ കാണിക്കാന്ന് പറഞ്ഞിരുന്നു. നോക്കട്ടെ, ഫ്യൂറാൻ ഇത്രയാണ് കേട്ടോ. ഈ ഫ്യൂറാനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് എന്ത് വന്നേക്കുന്നത് അല്ലേ? ഫ്യൂറാൻ കണ്ടോ, ഫ്യൂറാനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് വന്നേക്കുന്നത്. ഫ്യൂറാനെ മറക്കരുത്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഫ്യൂറാൻ എഴുതി പഠിക്കാനൊന്നും പറയുന്നില്ല. എല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അത് അതുപോലെ ഇങ്ങനെ കേട്ടോ, നമുക്ക് അന്നവരെ വന്നിട്ടില്ല, 15 ഇയറിൽ വന്നില്ല. ക്വസ്റ്റ്യൻ ഫോർമാറ്റുകളിൽ ഒന്നും കിടക്കുന്നില്ല. അതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസുകൾ കിടപ്പുണ്ട്. അത് നമ്മൾ ലാസ്റ്റേ പഠിക്കുള്ളൂ. ഓക്കെ, ദെൻ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ അത് പഠിക്കണ്ട എന്ന് തന്നെ പറയുള്ളൂ. കാരണം നമ്മൾ അതിന്റെ ഇടയിൽ മിക്സ് ആവാൻ പാടില്ല. ഭയങ്കര ആക്യുറേറ്റ് ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഓർത്ത് നോക്കുക, ഞാനിപ്പോ ഈ പറയുന്നതിൽ കുറെ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? പർപ്പസ്ഫുള്ളി ഇടുന്ന അസറ്റൈൽ അൺഹൈഡ്രേറ്റഡ് എടുത്തില്ല. പിന്നെ എന്തായിരുന്നു ആക്ച്വലി നെക്സ്റ്റ്? സൈനോഹൈഡും പറഞ്ഞില്ല അല്ലെ? പക്ഷെ കാരണം എന്താ? റിപ്പീറ്റഡ് ആയിട്ട് വന്നവരെ അധികം വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഫ്രണ്ട് ലൈനിലുള്ളത് പഠിക്കുക, എന്നിട്ട് അടുത്ത ലെവൽ കേട്ടോ. ഓക്കെ, അങ്ങനെ പോകുമ്പോൾ ഈസി ആയിരിക്കും പഠിക്കുന്ന എല്ലാവരും. അപ്പോ നെക്സ്റ്റ് നമ്മളിവിടെ സ്ട്രക്ചറിൽ നേരത്തെ അതേ കൺസെപ്റ്റ് തന്നെ എച്ചും ഓയിച്ചും പ്ലേസ് ചെയ്യുക കേട്ടോ. എച്ചും ഓയിച്ചും പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? പറ, എച്ച്. ഇവിടെ എന്തായിരിക്കും? എച്ച്. കാരണം എന്താ? അകത്ത് എച്ച് വരില്ലല്ലോ. ഇവിടെ എന്തായിരിക്കും? OH കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ ജോയിൻ ചെയ്തേക്കുന്ന ആരൊക്കെ തമ്മിലാ? സെക്കൻഡ് കാർബൺ ആറ്റവും ഫിഫ്ത്തും കേട്ടോ. ഓർത്ത് നോക്കാം. ഇനി ശരിക്കും ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ ഇതാണ് കേട്ടോ. ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓപ്പൺ സ്ട്രക്ചർ ഇതാണ്. C ഡബിൾ ബോണ്ടോ, ഇവിടെ CH2OH. ഇതാണ് ഫ്രക്ടോസ്. അപ്പൊ ഫ്രക്ടോസിന്റെ ശരിക്കുള്ള ഓപ്പൺ സ്ട്രക്ചർ ഇതാണ്. ഇതിൽ ആരൊക്കെ തമ്മിൽ ജോയിൻ ചെയ്തു? 2ഉം ഉണ്ടോ 5. 2ഉം 5ഉം ചെയ്യുമ്പോൾ 1ഉം 6 നോക്കിയാൽ 1ഉം 6ഉം ആണ് ഇത് കണ്ടോ. ഓർത്ത് നോക്കുക, അത് ഏത് പൊസിഷൻ ആയിരുന്നു? 5th ആണ് അല്ലേ? ഇത് 1 ആണ് ആക്ച്വലി വരുന്നത്. അപ്പൊ 1ഉം ഉണ്ടോ 6. ഇതും എന്താണ്? CH2OH ഉണ്ടോ. ഇനി ആ C ഡബിൾ ബോണ്ടോ ഉണ്ടോ. ഓക്കെ, അത് അവിടെ നിന്ന് മാറി അല്ലേ? ഓക്കെ, എന്നിട്ട് അത് ജോയിൻ ചെയ്തു. അപ്പോഴാണ് ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നത്. മനസ്സിലാക്കണം, ക്ലിയർ ചെയ്യണം. ഇനി എന്തായിരിക്കും ഇത്? ആൽഫ ഡി ഗ്ലൂക്കോസ് പറിച്ച് ബീറ്റ ഡിക്ക് എന്താ വ്യത്യാസം? ഈ സെക്കൻഡ് ഇല്ലേ, അവിടെ വെച്ചൊന്ന് ട്വിസ്റ്റ് ആവും. ഈ OH എവിടേക്ക് പോകും? മുകളിൽ പോകും. CH2OH എവിടെ വരും? താഴെ വരും. അങ്ങനെ വന്നാൽ അതെന്താണ്? ബീറ്റ ഡി ഗ്ലൂക്കോസ് ഫ്രക്ടോസ്. ബീറ്റ ഡി ഫ്രക്ടോസ് കേട്ടോ. ഓക്കെ, കാണാതെ വരക്കണം, വരച്ചിട്ട് കാണിക്കണം കേട്ടോ. ഓക്കെ, മനസ്സിലാക്കിയിട്ട് വേഗം ഒന്ന് വരച്ചോ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഇനി ഗാലക്ടോസ് എന്നുള്ളതുണ്ട്. നേരത്തെ ഗ്ലൂക്കോസ് വരച്ചില്ലേ, അത് OH താഴെ ആയിരുന്നല്ലോ. ഒരു OH മാത്രമല്ലേ മുകളിലേക്ക് ആക്കി? 2 OH മുകളിലേക്ക് ആക്കി, അത് ഗാലക്ടോസ് ആയി. 2 OH മുകളിലേക്ക് ആക്കിയ ഗാലക്ടോസ് കേട്ടോ. ഓക്കെ, അപ്പോ പഠിക്കുന്ന സമയത്ത് ഈ 2 പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. കാണാതെ വരച്ച് തന്നെ കാണിക്കണം കേട്ടോ. വേഗം കാണിക്കും. ഏതാ? 1-ല്ലേ? 2-ല് OH. അതാണ് ആകെ കൂടി കൺഫ്യൂഷൻ ആയിട്ട് വരുന്നത്. എറേഴ്സുകൾ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് അതാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ 2ഉം 5ഉം കൂടി കൺസിഡർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അതിനെ ശ്രദ്ധിക്കില്ല. 2 O തന്നെയുണ്ട് അവിടെ. 2ഉം 5ഉം നോക്കി, ഇവിടെ ഒരു C ഡബിൾ ബോണ്ട് ഉണ്ട് കണ്ടോ. മറ്റിടത്തിൽ എന്താ? OH ഉണ്ട്. അപ്പൊ 2 ഓക്സിജൻ വന്നിട്ടുണ്ട് അല്ലേ? ഓരോ ഓക്സിജൻ കോമൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. മറ്റേ ഓക്സിജൻ അവരെന്ത് ചെയ്യും? OH ആക്കിയിടും. ഇത് തന്നെയാണ് മറ്റിടത്തും ചെയ്തേക്കുന്നത്. പക്ഷെ ആ 5th വെച്ചില്ല OH. മറ്റേതിലാണെങ്കിൽ 2 സൈഡിലും OH ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഓർമ്മയിൽ അങ്ങനെ നിൽക്കും. ഇതുകൊണ്ട് ആ ഓർമ്മ വെച്ച് എഴുതുന്ന മിക്ക കുട്ടികളും തെറ്റിക്കാറുണ്ട്. അത് മനസ്സിലായോ? ഗ്ലൂക്കോസിനെ ഇങ്ങനെ കാണുന്നേ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് ഓർമ്മ നോക്കുമ്പോൾ മിക്ക കുട്ടികളും ഇങ്ങനെ യൂണിഫോമാലിറ്റിയിൽ പഠിക്കുന്നത് കണ്ടോ OH. അപ്പൊ ആ പെട്ടെന്ന് മൈൻഡ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെയാണോ എന്നുള്ളത് തിങ്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ അല്ലേ? വരച്ചോ? ഓക്കെ, ഇതേപോലെ പ്രസന്റേഷൻ നല്ലതാണ് കേട്ടോ. ഇതുപോലെയൊക്കെ വരക്കണം കേട്ടോ. ഓക്കെ,
നല്ല ഭംഗിയായിട്ടൊക്കെ പ്രസന്റേഷൻ, അതും നല്ലതാണ്, കുഴപ്പമില്ല. ഇവിടെ നല്ല എങ്ങനെ ഉണ്ടായി? കുറഞ്ഞു കുറച്ച്. ടഫായിട്ട് നോക്കിയിരിക്കുന്നതുകൊണ്ടാണോ അതോ ക്വസ്റ്റ്യൻ സ്ട്രെങ്ത് ആണോ? അതാണ്, അതവിടെ ഒരു ഗ്യാപ്പ് വന്നല്ലേ. പിന്നെ വേറെ ബുദ്ധിമുട്ട് ടഫായിട്ടുള്ള വല്ല ക്വസ്റ്റ്യൻ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞില്ലേ, അതെന്തായിരുന്നു സംഭവം? അത് ബയോമോളിക്കുളാണ്. കഷ്ടായിപ്പോയി. അത് കുഴപ്പമില്ല. എംസിക്ക് നമുക്ക് ആ രണ്ടെണ്ണമൊക്കെ അങ്ങനെ രണ്ടെണ്ണം തെറ്റ് വന്നോട്ടെ, അത് നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഇത് ഒന്ന് നോക്കണം കേട്ടോ, ഈ ചാപ്റ്റർ നല്ല ക്ലിയർ ആക്കാൻ കേട്ടോ. അപ്പൊ അതാകുമ്പോൾ ആ മെയിൻ ഗ്യാപ്പ് അവിടെ തീർന്നു വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കേസ് ബേസ്ഡ് സ്റ്റഡിയിൽ അല്ലേ നോക്കണം കേട്ടോ. കണ്ടവനെ ഇനി ക്വസ്റ്റ്യൻ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങും കേട്ടോ. കണ്ടമാണ് ബുക്കിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയാ നമ്മുടെ തന്നേക്കുന്ന ബുക്ക് നോക്കണം കേട്ടോ. ടിക്ക് 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 ആയിട്ട് പോകണം കേട്ടോ. കാരണം എന്നാലും അതിൽ കണ്ടമാനം ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം അതും മറ്റേതും കൂടി നോക്കിയാൽ തന്നെ നല്ല സ്ട്രെങ്ത് ആവും. എന്നിട്ട് ഇതിലേക്ക് പോയാൽ മതി. ബക്മിൻസ്റ്റർ ഫ്ലോറൻസ് അതുപോലെ തന്നെ ഓർഗാനിക്കലി നിങ്ങൾ ശ്രദ്ധിക്കുക. ഐയുപാക് നെയിം എന്ന് പറയുന്നത് വലിയൊരു ഏരിയ ആണ്. ആക്ച്വലി ഐയുപാക് നെയിം എന്ന് പറയുന്നത് വലിയൊരു ഏരിയ ആണ്. നിങ്ങളൊക്കെ പഠിച്ചേക്കുന്ന റൂൾ എന്ന് പറയുന്നത് കുറച്ച് ഏരിയ ഉള്ളൂ. അവിടെയൊക്കെ വേറെ റൂളുകളാണ് ആക്ച്വലി വരിക. ഇനി ബക്മിൻസ്റ്റർ ഫ്ലോറൻസിൽ ആര് മാത്രമേ ഉള്ളൂ? കാർബൺ മാത്രമേ ഉള്ളൂ. OH ഒന്നുമില്ല, ഒരു കാർബൺ മാത്രമേ ഉള്ളൂ. അപ്പൊ പേര് വരുന്നുണ്ടാവും ഇല്ല. ദാറ്റ്സ് ഓൾ കേട്ടോ. ഓർത്തോക്കാൻ ഐയുപാക് നെയിം വേറെ ഒന്നുമില്ല, അത് തന്നെയാണ് അതിന്റെ പേര്. ബക്കിബോൾ. ബക്കിബോൾ എന്താ? C60 അല്ലെ. അങ്ങനെ ഓരോ കാറ്റഗറി കൊണ്ട് ഒരു കാർബൺ വെച്ചിട്ട് ബോൾ പോലെ ഉണ്ടാക്കി വെക്കും. അത് മാൻമേഡ് അലോട്രോഫിക് ഫോം ഓഫ് കാർബൺ ആണ്. പിന്നെ എന്തിനാ അത് പഠിക്കുന്നത്? അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റീലിനേക്കാളും 100 ടൈംസ് സ്ട്രെങ്ത് ആണ്. അപ്പൊ നാനോ ട്യൂബ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ആക്ച്വലി. അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയതാണ് ആക്ച്വലി. അത് ഡെവലപ്പ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഈ പറയുന്ന എല്ലാത്തിനും ഓൾട്ടർനേഷൻ ആയി വരും. അതിപ്പോ ഇയാൾ കണ്ടെത്താണ് അത് ഭയങ്കര ഈസി ആയിട്ട്. കാർബൺ എല്ലായിടത്തും ഉണ്ടല്ലോ, അതിനാ നാനോ ട്യൂബിന്റെ ഒരു ഇതിലേക്ക് മാറ്റണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ആക്ച്വലി വരുന്നത്. ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം പറഞ്ഞേ, ഈ ബക്മിൻസ്റ്റർ ഫ്ലോറൻസ് അല്ലെങ്കിൽ നാനോ ട്യൂബ് വെച്ചിട്ട് ആരെങ്കിലും പറയാൻ പറ്റും നിങ്ങൾക്ക്? മിക്കവർക്കും ഷട്ടിൽ അല്ലെങ്കിൽ ടെന്നീസ് കളിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഷട്ടിൽ കളിക്കും. ഓക്കെ, ഷട്ടിൽ കളിക്കുമ്പോൾ ഏത് ബാറ്റ് ഉപയോഗിക്കാം? ഇനി വാങ്ങിക്കുന്ന കടയിൽ പോയിട്ട് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, ഒരു പറയുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്, കാർബൺ ആണ്, ഫൈബർ ആണ്, ഗ്രാഫൈറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അതാണ് അതിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അതിന് ഭയങ്കര വെയിറ്റ് കുറവാണ് അല്ലേ, വില കൂടുതലായിരിക്കും ആ സാധനത്തിന്. ടെൻഷനൊക്കെ ആയിരിക്കും അല്ലേ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, അയൺ ആണോ അതാണോ ബെസ്റ്റ്? ഇതാണ് ആക്ച്വലി അല്ലേ. അപ്പോൾ അവർ കളിക്കുന്ന സമയത്ത് ആ ടെമ്പർ കിട്ടുകയും ചെയ്യും. ഏതിനേക്കാളും സ്ട്രെങ്ത് ആണ് വരുന്നത് കേട്ടോ. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് പ്യുവർ കാർബൺ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഐയുപാക് നെയിം എന്ന് പറയുന്നത് അതിനൊരു സ്പെസിഫിക് കോമ്പൗണ്ട് ആണ് ആക്ച്വലി വരുന്നത് അല്ലേ. ഡയമണ്ട് ടെട്രാ വരുന്ന എന്താണ് sp3 ഹൈബ്രിഡൈസേഷൻ ആ വരുന്നത്. ടെട്രാഹെഡ്രൽ ആണ് അവിടെ വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ആൾക്കാരുടെ പേരുകൾ എന്തൊക്കെയാ പറഞ്ഞേ? ഗ്ലൂക്കോസും ഫ്രക്ടോസും കഴിഞ്ഞു. പിന്നെന്താ ഞാൻ പറഞ്ഞോ? ഡൈസാക്രൈഡിൽ ആരൊക്കെയാ? സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. ഒന്നുകൂടി പറഞ്ഞേ, സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. ഈ സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് ഒറ്റ ലൈനിലെ ഡെഫിനിഷൻ പറയാം. ആദ്യത്തെ ഡെഫിനിഷൻ സൂക്രോസ് എങ്ങനെയാ? ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. എന്ന് പറഞ്ഞേ, ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ടു ഫോം സൂക്രോസ്. ഇവിടെ ഓർത്ത് വെക്കാം. ദെൻ ഓർത്ത് വെക്കേണ്ടത് C1 ആൻഡ് ഏത് കാർബണുള്ള ജോയിൻ ചെയ്യുന്നത്? C1 ആൻഡ് C2. ഇതൊഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും C1 ആൻഡ് C4 കേട്ടോ. അപ്പൊ ആദ്യത്തെ സൂക്രോസിന് മാത്രം C1 ആൻഡ് C2. ഇനി പറയുന്ന എല്ലാത്തിനും എങ്ങനെ പറഞ്ഞാൽ മതി? C1 ആൻഡ് C4 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഈ പറയുന്ന മോണോസാക്രൈഡ് ഇല്ലേ, ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ ഏത് കാർബൺ എടുക്കുക?
ഫസ്റ്റ് കാർബൺ ആറ്റം. അപ്പൊ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഫസ്റ്റ് കാർബൺ ആറ്റം ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ബിറ്റ്വീൻ സെക്കൻഡ് കാർബൺ ആറ്റം ഓഫ് ബീറ്റ ഡി ഗ്ലൂക്കോസ്, അല്ലെ? ബീറ്റ ഡി ഫ്രക്ടോസ്. അങ്ങനെ പറഞ്ഞു പോകണം. പക്ഷെ പഠിക്കുമ്പോൾ എപ്പോഴും എങ്ങനെ പഠിക്കണം? ഞാൻ പറഞ്ഞ ഫോർമാറ്റിൽ പഠിക്കണം. എഴുതുമ്പോ എക്സ്പാൻഷൻ, പഠിക്കുമ്പോ ഷോർട്ട്. കേട്ടോ, ഓർത്ത് വെക്കാം. ആ രീതിയിൽ നമുക്ക് തുടങ്ങാം. എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഏതായിരുന്നു? സുക്രോസ്. സുക്രോസ്, ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ്. ലിങ്കേജ് എന്തായിരുന്നു? എല്ലാത്തിലും ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അപ്പൊ നമുക്ക് അത് മാത്രം പഠിക്കാം. ഇനി മാൾട്ടോസ് എന്തായിരുന്നു? 2 ആൽഫ ഡി ഗ്ലൂക്കോസ്, 2 ആൽഫ ഡി ഗ്ലൂക്കോസ്. ദെൻ നെക്സ്റ്റ് ലാക്ടോസ്, ബീറ്റ, രണ്ടിലും ബീറ്റ ആണ്. ബീറ്റ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഗാലക്ടോസ്, ബീറ്റ ഡി ഗാലക്ടോസ്. കേട്ടോ, ഓർത്ത് നോക്കുക. ബീറ്റ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഗാലക്ടോസ്. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും പറയണം. കേട്ടോ, ഓർത്ത് നോക്കുക. ഒന്നുകൂടി പറയാം. അത് കഴിഞ്ഞാൽ റെഡിയാന്ന് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. കണ്ടോ, ഓക്കെ, അതാണ് ശരി. കേട്ടോ, ഓക്കെ. കൈ ഇങ്ങനെ ഉയർത്തി കഴിഞ്ഞാൽ പോസിറ്റീവ് സൈൻ ആയിട്ടാണ് ഞാൻ എപ്പോഴും കൺസിഡർ ചെയ്യുക. കണ്ടോ, അടുത്ത ആൾ കൈ ഇങ്ങനെ കാണിച്ചു. കണ്ടോ, ഓക്കെ, ഇത് ഇങ്ങനെ ഇല്ലേ? കണ്ടോ, ഓക്കെ, അത് പോസിറ്റീവ് സൈൻ ആണ്. കണ്ടോ, ഓർത്തോ, അടുത്ത ആൾ ഇങ്ങനെ കാണിച്ചു. കണ്ടോ, ഓക്കെ, കണ്ടോ, കണ്ടോ, അതൊക്കെ നമ്മൾ അറിയാതെ ഇന്റേണൽ പോസിറ്റീവ് സൈൻസുകൾ വരുന്നതാണ് ആക്ച്വലി. കണ്ടോ, കൈയൊക്കെ കണ്ടോ ഇങ്ങനെ പിടിച്ചേക്കുന്നു. വിജയത്തിന്റെ ഒരു ഇതാണ് ആക്ച്വലി. കേട്ടോ, ഓക്കെ. അപ്പൊ എന്തായാലും തുടങ്ങാം. ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ്. അത് തന്നെ എന്താ വിളിച്ചത്? സുക്രോസ്. ദെൻ നെക്സ്റ്റ് മാൾട്ടോസ്. മാൾട്ടോസിൽ എന്ത് മാത്രമേ ഉള്ളൂ? 2 ആൽഫ ഡി ഗ്ലൂക്കോസ്. അതുകൊണ്ടാണ് മാൾട്ടോസ് കഴിച്ചാൽ, നമ്മൾ മാൾട്ടോസ് എന്ന് പറഞ്ഞ പൊട്ടറ്റോ അതുപോലെയുള്ള ഇത് കഴിച്ചാൽ നമ്മുടെ ബോഡി മുഴുവൻ അതിന് അബ്സോർബ് ചെയ്യും ഗ്ലൂക്കോസിന്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഓക്കെ ആണ് അല്ലെ? ഇത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാർ, ഡയബറ്റിക്സ് ഉള്ള ആൾക്കാരൊക്കെ അതൊക്കെ കഴിച്ചാൽ എന്ത് പറ്റും? കംപ്ലീറ്റ് ആയിട്ട് ഗ്ലൂക്കോസ് ബോഡിയിലേക്ക് വലിച്ചെടുക്കും. അതുകൊണ്ടാണ് അവർ അത് കഴിക്കണ്ടെന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് മിൽക്കിൽ എന്താ ഉള്ളത്? ബീറ്റ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഗാലക്ടോസ്. അതുകൊണ്ടാണ് മിൽക്ക് നേരിട്ട് ചില കുട്ടികൾക്ക് കഴിച്ചു കഴിഞ്ഞാല് ഇൻഡൈജഷൻ വരും അല്ലെ? ഇൻഡൈജഷൻ അതൊക്കെ വരും എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയണം കേട്ടോ, വലുതായി കഴിയുമ്പോ അല്ലെ? പാല് ഒക്കെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ പറയണം അതിൽ ബീറ്റ ഡി ഗ്ലൂക്കോസ്. കേട്ടോ, ഓർത്ത് നോക്കാം. ബീറ്റ ഡി ഗ്ലൂക്കോസ് ആണ്. ആൽഫ ഡി ആണെങ്കിലേ ബോഡി എന്ത് ചെയ്യുള്ളൂ? അബ്സോർബ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ പിള്ളേർക്ക് എന്ത് കൊടുക്കും? പാല് കുടിച്ചാൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് കൊടുക്കണം? വെള്ളം. ചെറിയ പിള്ളേർക്ക് എന്ത് കൊടുക്കണം? ഏറ്റവും നല്ലത് അല്ലെ? കുറച്ചും കൂടി നല്ലത് എന്തായിരിക്കും ആക്ച്വലി? കുറച്ചും കൂടി ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഏജ് ഒക്കെ ആകുമ്പോൾ ഏറ്റവും നല്ല എന്തായിരിക്കണം ആക്ച്വലി? മിൽക്കിന്റെ വേറെ സാധനങ്ങളൊന്നും അറിയില്ല നിങ്ങൾക്ക്? ചീസ് പോലെയുള്ളത്, അല്ലെങ്കിൽ എന്താണ് സെമി ഫെർമെന്റ് ചെയ്തു വരുന്ന ആൾക്കാർ എന്തൊക്കെയായിരുന്നു? വേറൊന്നും അറിയില്ലേ? ബട്ടർ അങ്ങനെയൊക്കെ ആയിട്ടുള്ള അല്ലേ? അതിന്റെ കൺവേർട്ടഡ് ഫോമിലേക്ക്, ഫെർമെന്റഡ് ആയിട്ടുള്ള ഫോമില് ആയിട്ടുള്ള നെയ്യ് കുറച്ചും കൂടി ബെറ്റർ ആണ്. ചില ആൾക്കാർക്ക് അത് ബോഡിയിൽ എന്ത് ചെയ്യില്ല? അബ്സോർബ് ചെയ്യില്ല. അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. കേട്ടോ, ഓർത്ത് നോക്കാം. ഈ ബീറ്റ ഡി ഗ്ലൂക്കോസ് എവിടെയുള്ളേ? പിന്നെ ഉള്ളത് സെല്ലുലോസിലുണ്ട് അല്ലെ? നിങ്ങള് സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അല്ലെ ബുക്ക് അല്ലെങ്കിൽ വുഡ് കഴിച്ചു കഴിഞ്ഞാൽ പോലും ഇത് വരുമോ? ഇല്ല. അതുകൊണ്ടാണ് ഫൈബർ കഴിക്കാൻ പറയണേ. ഫൈബറിൽ എന്താ ഉള്ളേ? ബീറ്റ ഡി ഗ്ലൂക്കോസ്. ഫൈബർ അല്ലെ? നമ്മുടെ ആ ബോഡിയിൽ അത് അബ്സോർബ് ചെയ്യില്ല. അതൊരു മാസമായിട്ട് നമ്മുടെ ബോഡിയിൽ എന്തിനു ക്ലീൻ ആക്കും? സ്മോൾ ഇൻറ്റസ്റ്റൈനും ലാർജ് ഇൻറ്റസ്റ്റൈനും അല്ലെ? അതിനെ ക്ലീൻ ആയിട്ട് നിർത്താനായിട്ട് ഫൈബേഴ്സ് വേണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണമാണ് ആക്ച്വലി. അപ്പോ ഇത് ഓർത്തു വെക്കുക. മൂന്നെണ്ണത്തിനെയും കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാം, എന്നിട്ട് തുടങ്ങാം. ഫസ്റ്റ് സുക്രോസ്. സുക്രോസ് എന്ന് പറഞ്ഞാൽ ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഫ്രക്ടോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അത് കഴിഞ്ഞ മാൾട്ടോസ് 2 ആൽഫ ഡി ഗ്ലൂക്കോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അത് കഴിഞ്ഞാൽ ലാക്ടോസ് എന്തായിരുന്നു? ബീറ്റ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഗാലക്ടോസ്. കേട്ടോ, ഓർത്തോക്കെ. ബീറ്റ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഗാലക്ടോസ്. കേട്ടോ, ഓർത്തോക്കെ. പക്ഷെ ഷാർപ്പായിട്ട് പഠിക്കാൻ നോക്കുക. ദെൻ ആദ്യത്തേന് മാത്രം C1 ആൻഡ് C2. ബാക്കിയുള്ള എല്ലാത്തിനും ഓക്കെ, ക്ലിയർ അല്ലേ? പ്രണവ് మనం സ്റ്റാർട്ട് ചെയ്തു. സുക്രോസ്, ഗ്ലൂക്കോസ് 2 ആൽഫ ഡി ഗ്ലൂക്കോസ്. അതെന്തായിരുന്നു? പൊട്ടറ്റോളുണ്ട്, പറഞ്ഞുതരൂല. പൊട്ടറ്റോ സ്റ്റാർച്ച് അല്ലല്ലോ. മാൾട്ടോസ് അല്ലേ? കേട്ടോ, ഓക്കെ. പൊട്ടറ്റോയിൽ എന്തല്ലേ? മാൾട്ടോസ്. ഓക്കെ, ഇനി അടുത്ത എന്താ? മിൽക്ക്. മിൽക്കുള്ള പ്രോട്ടീൻ എന്താ? പ്രോട്ടീൻ അല്ല, സോറി, കാർബോഹൈഡ്രേറ്റ്. മിൽക്കിൽ എന്താ ഉള്ളത്?
ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഗാലക്ടോസ് കേട്ടോ, ഓർത്ത് നോക്കാം. ബീറ്റ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഗാലക്ടോസ് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്ത് നോക്കാം. ഇനി അത് ബീറ്റ ഡി ഗാലക്ടോസ് വെച്ച് തുടങ്ങിക്കും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എറർ വരാൻ ചാൻസ് കുറവാണ്. ബീറ്റ ഡി ഗാലക്ടോസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലാക്ടോസിൽ എന്താ ഉള്ളത്? ഗാലക്ടോസ്. ബീറ്റ ഡി ആണ് കേട്ടോ, രണ്ടും ബീറ്റ ഡി ആണ്. ദെൻ ഇവിടെ പറഞ്ഞു എന്ത് ലിങ്കാ വരുന്നത്? ലിങ്കേജ് പറഞ്ഞു. ക്ലിയർ അല്ലേ? പറഞ്ഞു. സുക്രോസ് ബീറ്റ ഡി ഫ്രക്ടോസ്. മതി, ഞാൻ ഇങ്ങനെ റാൻഡായിട്ട് ചോദിച്ചു നോക്കാം, പെട്ടെന്ന് കിട്ടും നോക്കട്ടെ. ലാക്ടോസ്, ഗാലക്ടോസ്. ദെൻ സുക്രോസ്, ദെൻ നെക്സ്റ്റ് മാൾട്ടോസ്, ദെൻ ലാക്ടോസ്. കിട്ടുമല്ലോ, പെട്ടെന്ന് അടുത്തേക്ക് പോവാം. ദെൻ നെക്സ്റ്റ് പോളിസാക്കറൈഡ്. ഏതൊക്കെയായിരുന്നു? സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. ഒന്നുകൂടി പറഞ്ഞേ. സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. സ്റ്റാർച്ച്. ഫസ്റ്റ് സ്റ്റാർച്ച് എടുക്കുമ്പോ അത് 2 ടൈപ്പ് ഉണ്ട്, അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ. എന്ന് പറഞ്ഞേ, അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ, അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ. അതൊരു ടേബിൾ ആക്കണം. ദേ ടേബിൾ കണ്ടോ, ഓർത്ത് നോക്കാം. ഫസ്റ്റ് അമൈലോസ് വാട്ടർ soluble, amylopectin insoluble, it is insoluble in water. First point കിട്ടിയില്ലേ? Okay, second point, definition. Definition, amylosന്റെ definition എന്താണ്? എന്തായിരുന്നു? 200 to 1000 alpha D glucose linked through a glycosidic linkage. അത് പെർസെന്റേജ് ആണ്, അതിന്റെ കണ്ടന്റ് പെർസെന്റേജ്. അത് എഴുതാം, അത് അടുത്ത പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം അല്ലേ? പുറത്തു ടേബിളിൽ ഉണ്ട് വരുന്ന. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് എഴുതി വെക്കണം. ഇനി അമൈലോപെക്റ്റിൻ എന്തായിരുന്നു? അപ്പോൾ എന്തായിരുന്നു? 200 to 1000 ആൽഫ ഡി ഗ്ലൂക്കോസ് ലിങ്ക് ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് തന്നെയാണ്. എന്ത് ഫോം ചെയ്യുന്ന? ആൽഫ ഡി ഗ്ലൂക്കോസ് തന്നെയാണ് അല്ലേ? പുറത്തു നോക്കുക. അതിനെയാണ് എന്താ? അമൈലോസ്. അമൈലോപെക്റ്റിൻ എന്തായിരിക്കും? അമൈലോസ് ഫർദർ ബ്രാഞ്ചിങ് ടു ഫോം അമൈലോപെക്റ്റിൻ. അമൈലോസിന്റെ സ്ട്രക്ചർ ഫർദർ ബ്രാഞ്ച് ആയ, അപ്പൊ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഹൈലി ബ്രാഞ്ച്. മറ്റേ എന്തായിരിക്കും? സ്ട്രൈറ്റ് ചെയിൻ എന്ന് പറയാം അല്ലെ? ഓർത്ത് നോക്കും. മറ്റേ എന്തായിരുന്നു? ഹൈലി ബ്രാഞ്ച്ഡ് ആണ്. ആര്? അമൈലോപെക്റ്റിൻ. ഇതെന്തായിരുന്നു? അല്ലെ? ലോങ് ചെയിൻ ആയിട്ടുള്ള ഫോം ആണ്. ഇതാണ് രണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. അതെങ്കിലും ഇപ്പൊ ക്ലിയർ ആക്കി വരണം. രണ്ടിനും എന്തായിരിക്കും ബോണ്ട് വരുന്നത്? C1 ആൻഡ് ഞാൻ പറഞ്ഞ ആദ്യത്തേന് മാത്രം C1 ആൻഡ് C2, ബാക്കി എല്ലാം C4. ഒന്നും കൂടി പറഞ്ഞ C1 ആൻഡ് C4, C1 ആൻഡ് C4. ബ്രാഞ്ച് വരുമ്പോ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. അത് ജ്യോതിഷം പഠിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞേ. ശരിയാ. ബ്രാഞ്ച് ആവുമ്പോ C1 ആൻഡ് C6 കണ്ടോ കിട്ടി. C1 ആൻഡ് C6 ബ്രാഞ്ച് വരുമ്പോ മാത്രം അമൈലോപെക്റ്റിന് C1 ആൻഡ് C6 ഉണ്ടാവും. അപ്പൊ അമൈലോപെക്റ്റിനും C1 ആൻഡ് C4 തന്നെയാ. എല്ലാത്തിനും C1 ആൻഡ് C4. ബ്രാഞ്ച് വന്നാൽ C1 ആൻഡ് C6, C1 ആൻഡ് C6, C1 ആൻഡ് C6. അതാണ് ബ്രാഞ്ചിന് വരുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് അടുത്ത് വരുന്നത് പേപ്പറുകളിലൊക്കെ ഉള്ള സാധനം സെല്ലുലോസ് അല്ലെങ്കിൽ വുഡ് അല്ലെ? സെൽവാൾ അതൊക്കെ ഉണ്ടാക്കിയത് സെല്ലുലോസ്. സെല്ലുലോസിൽ ഓർത്ത് വെക്കുക മെയിൻ ഡിഫറൻസ് അതില് ബീറ്റ ഡി ഗ്ലൂക്കോസ്. അപ്പൊ സ്റ്റാർച്ചിൽ എന്തായിരുന്നു? ആൽഫ ഡി ഗ്ലൂക്കോസ്. അതുകൊണ്ടാണ് നമുക്ക് എഡിബിൾ ആവുന്നത് അല്ലെ? ആൽഫ ഡി ഗ്ലൂക്കോസ് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യാനായിട്ട് വില്ലിംഗ് ആണ്. ദെൻ സെല്ലുലോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിലെന്താ വരുന്നത്? ബീറ്റ ഡി ഗ്ലൂക്കോസ് അല്ലെ? സെൽവാളകളാണ് ആക്ച്വലി വരുന്നത്. അതുകൊണ്ടാണ് ഫൈബർ ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ബോഡി വലിച്ചെടുക്കില്ല. കാരണം എന്താ? ബോഡി നോക്കുമ്പോ ബീറ്റയാണ്. ബീറ്റേനെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഇത് നമുക്കില്ല അല്ലെ? ഓർത്ത് നോക്കുക. അതേ സമയത്ത് അത് ആര് കഴിക്കും? ആരാ കഴിക്കണേ? പുല്ലൊക്കെ തിന്നുന്ന ആൾക്കാരാരാ? പശു അല്ലെ? ഓർത്ത് നോക്കുക. ദെൻ റാബിറ്റ് അങ്ങനെയുള്ള അല്ലെ? അവരുടെയൊക്കെ ഇൻഡസ്ട്രിയിൽ ബീറ്റേന വരുന്ന റുമിനേറ്റിംഗ് ആനിമൽസ് തന്നെ ബെസ്റ്റ് എന്ന് പറയും. റുമിനേറ്റിംഗ് ആനിമൽ അറിയാലോ അല്ലെ? എടുത്തിട്ട് വീണ്ടും അല്ലെ കടിച്ചു ചവയ്ക്കും. നമ്മൾ അങ്ങനെ ചെയ്യൂല അല്ലെ? ഓർത്ത് നോക്കുക. അപ്പൊ അങ്ങനെ റുമിനേറ്റ് ചെയ്യുന്ന ആനിമൽസുകൾക്ക് അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ളത് കൂടുതലാണ് ആക്ച്വലി വരുന്നത് അല്ലെ? എലഫന്റ് അല്ലെ? അവരൊക്കെ കൂടുതൽ അതുപോലെ വരുന്നതാണ്. അത് സെല്ലുലോസിനെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള എൻസൈം അവരുണ്ട്. എന്നിട്ട് അത് ബോഡി അബ്സോർബ് ചെയ്യും. ഓക്കെ,
ഇനി ലാസ്റ്റ് അപ്പൊ അവിടെയും എന്തായിരിക്കും C1 and C4. ആദ്യത്തെ മാത്രം C1 and C2, ബാക്കി എല്ലാം ഇനി എന്തായിരിക്കും C1 and C4. ബ്രാഞ്ച് പറയാത്തത് കൊണ്ടാണ്, മനസ്സിലായി? ഫസ്റ്റ് മാത്രം C2, ഇനി എല്ലാം C1 കേട്ടോ. അപ്പൊ ഇതിനൊക്കെ അത് പോയിന്റ് ആക്കാം. ഇപ്പൊ ഓർത്ത് നോക്ക് ഒന്നും കിട്ടിയില്ല അപ്പൊ പറയാല്ലേ എന്താണ് അല്ലെ C1 and C4 എന്നുള്ള ആ ഒരു കാര്യമെങ്കിലും കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ത്രൂ എ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ഇനി ലാസ്റ്റത്തെ വരുന്ന എന്താ ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ അനിമൽ സ്റ്റാർച്ച് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലൊക്കെ ഉണ്ടാകുന്ന ഈ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ അടിയിലൊക്കെ നിൽക്കുന്ന ഫാറ്റ് അല്ലെ. ഓർത്ത് നോക്കുക. ബയോളജി എത്ര പേരുണ്ട്? ഓക്കെ, വെരി ഗുഡ്. ഇവർക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. നമ്മൾ ഗ്ലൂക്കോസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അല്ലെ ചെല്ലും. ബോഡിയിൽ എവിടെ ചെല്ലും? ബ്ലഡ്സിൽ അല്ലെ, ബ്ലഡില് ഗ്ലൂക്കോസ് ചെല്ലും. അപ്പോ പാൻക്രിയാസിൽ നിന്ന്, ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസിൽ നിന്ന് ഡാഷ് സെൽ ഡാഷ് പ്രൊഡ്യൂസ് ചെയ്യും. ഉണ്ട് അവിടെ കിട്ടി അല്ലെ. ആൽഫ ഉണ്ട്, ബീറ്റ ഉണ്ട്. ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഇൻസുലിൻ ആണ് ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റി? ഗ്ലൈക്കോജൻ അല്ലെ. ഗ്ലൂക്കോസിനെ സാധാരണ അല്ലെ മോണോസാക്കറൈഡ് ആണ്, അതിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റി എവിടെ? നമ്മുടെ സ്കിന്നിന്റെ അടിയിലൊക്കെ വെക്കും. എന്തിനാ വെക്കുന്നത്? പട്ടണയ്ക്ക് കിട്ടു കഴിഞ്ഞാലേ അല്ലേ ഫുഡൊന്നും കിട്ടിയില്ലെങ്കിൽ അപ്പൊ തന്നെ എന്ത് ഉപയോഗിക്കാൻ തുടങ്ങും? ആ ഫാറ്റ് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി അല്ലെ, നമ്മുടെ ബോഡിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെ ആ ഫാറ്റ് എടുത്ത് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അവിടെയാണ് അത് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഓർത്ത് നോക്കുക, ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന സമയത്ത് അമൈലോപെക്റ്റിൻ ഫർദർ ബ്രാഞ്ചിങ് ലൈക്ക് സ്ട്രക്ചർ ഈസ് നോൺ ആസ് എന്താണ്? ഗ്ലൈക്കോജൻ. അപ്പൊ ഗ്ലൈക്കോജനും ഡെഫിനിഷനിൽ പറയുന്നത് എങ്ങനെയാ? ഗ്ലൈക്കോജൻ എങ്ങനെയായിരിക്കും? അമൈലോപെക്റ്റിൻ ബ്രാഞ്ച് ആണ് ഹൈലി. അതിന് വീണ്ടും ബ്രാഞ്ച് ആയി വന്നാൽ എന്തായിരിക്കും? അതാണ് എന്തിന്റെ സ്ട്രക്ചർ ആയിട്ട് പറയുന്നത്? ഗ്ലൈക്കോജന്റെ സ്ട്രക്ചർ. അപ്പൊ ഗ്ലൈക്കോജന്റെ ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? ആനിമൽ സ്റ്റാർച്ച് എന്നുള്ളത് ഓർത്തു. ഇത് കഴിഞ്ഞ ഇമ്പോർട്ടൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്, അതോടുകൂടി ഏരിയ തീർന്നു. അപ്പൊ എങ്ങനെ കാർബോഹൈഡ്രേറ്റ് പഠിച്ചത് ഒന്നും കൂടി പറഞ്ഞ ആദ്യം മുതൽ. കാർബോഹൈഡ്രേറ്റിൽ എങ്ങനെയാ നോക്കിയത്? മോണോസാക്രൈഡ്, ഡൈസാക്രൈഡ് എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ ഹെഡിങ് ഒലിഗോസാക്രൈഡ് ആണ്. ഒലിഗോസാക്രൈഡിന്റെ അണ്ടറിലാണ് ഒടിമിൻ ഒലിഗോസാക്രൈഡ് 2 to 10 അല്ലെ മോണോസാക്രൈഡ് യൂണിറ്റ് ജോയിൻ ടുഗദർ ടു ഫോം എ ഒലിഗോസാക്രൈഡ്. അതിൽ ഒരു സബ് കാറ്റഗറി മാത്രം നമുക്ക് പഠിക്കാനുള്ളത്, അതാണ് ഡൈസാക്രൈഡ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോളിസാക്രൈഡ്. 3 കാറ്റഗറൈസേഷൻ ആയി. ദെൻ നെക്സ്റ്റ് ഇതിൽ ഓരോ കാറ്റഗറൈസേഷനിലുള്ള എക്സാമ്പിൾ ആണ് ഹെഡിങ്. അതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അത് 8 എണ്ണം പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. നിങ്ങൾ പഠിപ്പിച്ചപ്പോൾ ശ്രദ്ധിച്ചോ? ഞാൻ ഓരോന്നും അല്ല പഠിപ്പിച്ചത്. ആദ്യം സ്ട്രക്ചർ ഉണ്ടാക്കി എന്നിട്ട് ഫില്ല് ചെയ്തു. ആ ഫില്ല് ചെയ്തതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം ഫില്ല് ചെയ്തു. ഇനി നിങ്ങൾ അതൊന്നും കൂടി എന്താണ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യണം. ഇവിടെ നമ്മൾ വിട്ട ഒരു കാര്യം കൂടി പറയാം, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇൻവേർട്ട് ഷുഗർ. ആരെങ്കിലും പറ, പഠിച്ച കുട്ടികളുണ്ട്. ഇൻവേർട്ട് ഷുഗർ ഇതിൽ ആരാണ്? സുക്രസ്. വൈ? ഡെഫിനിഷൻ പറഞ്ഞു. ശരിയാ. വാട്ടർ ഇടുമ്പോ ഡെക്സ്ട്രോ ടു ലിവോ. ഷുഗർ നമ്മൾ നോക്കിയ സൂക്രോസിന്റെ പേരെന്താ? ആൽഫ ഡി ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ ഏതാ? ഡെക്സ്ട്രോ. ഫ്രക്ടോസിന് എന്താ? ലീവോ. വെള്ളത്തിലിടുമ്പോൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയി. അപ്പൊ ആര് ഡൊമിനേറ്റ് ചെയ്യും? ഡെക്സ്ട്രോ മാറിയത് ലീവോ ആവും. അപ്പോ ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ് എന്താണ്? റൊട്ടേഷൻ ചേഞ്ച് എന്താണ്? ഡെക്സ്ട്രോ ടു ലീവോ. ദിസ് ഇസ് നോൺ ആസ് ഇൻവേർട്ട് ഷുഗർ. ഓർത്ത് നോക്കുക, അങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കാൻ നോക്കുക. അത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നെക്സ്റ്റ് അടുത്ത ഹെഡിങ്ങിലേക്ക് പോവാം. പ്രോട്ടീൻ. പ്രോട്ടീൻ ആണ് ഇനി മേജർ ആയിട്ട് വരുന്നത്. പ്രോട്ടീൻ എന്തൊക്കെയായിരുന്നു? അമിനോ ആസിഡ് ജോയിൻ ടുഗദർ ടു പെപ്റ്റൈഡ് ബോണ്ട് ടു ഫോം എ പ്രോട്ടീൻ മോളിക്യൂൾ. അപ്പൊ ആ പ്രോട്ടീൻ മോളിക്യൂൾ പഠിപ്പിക്കുമ്പോൾ ആദ്യം അമിനോ ആസിഡ് ആണ് പറയുന്നത്. അമിനോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പറയേ. അമിനോ NH2. ദെൻ COH എന്താ? കാർബോക്സിലിക് ആസിഡ്. അപ്പൊ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ദേ ഒരു കാർബൺ, ഇതിലേക്ക് ദേ COH ഒരു ഗ്രൂപ്പ്, ദെൻ ഇവിടെ ഒരു NH2 കേട്ടോ. ഓക്കെ, അപ്പൊ ഈ NH2 പിടിച്ച് ഇവിടെ ഇടാം, COH ഇവിടെ ഇടാം, എവിടെ വേണമെങ്കിലും ഇടാം കേട്ടോ. ഓർത്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഇടാം. ഓക്കെ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായില്ല ഇവിടെ ഇല്ല, ഇപ്പുറത്തിട്ടോ കേട്ടോ. കാരണം എന്താണെന്ന് അറിയോ? പലരും പല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. സാറേ NH2 ഞാൻ ഇപ്പുറത്തിട്ടാ പഠിച്ചത്, അങ്ങനെയൊക്കെ വരും കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു കാർബണാറ്റത്തിലേക്ക് വരും. ആ കാർബണാറ്റത്തിന് വിളിക്കുന്ന പേര് ആൽഫ കാർബണാറ്റം എന്ന് പറഞ്ഞേ. ആൽഫ എന്താണ്? ആൽഫ എന്ന് വിളിച്ചത് അങ്ങനെ വേറെ ആരും വിളിക്കാറുണ്ടല്ലേ? എന്തിനാ ആൽഫ എന്ന് വിളിച്ചത്? ഫസ്റ്റ് കേട്ടോ. ഓർത്തോ, ഗ്രീക്ക് ലെറ്ററുള്ള ഫസ്റ്റ് വേർഡാണ് ആൽഫ. അപ്പൊ COHും NH2ഉം ഒരു കാർബണാറ്റമാണ്. ആ കാർബണാറ്റത്തിന് വിളിക്കുന്ന പേരാണ് ആൽഫ. അപ്പൊ ഇതിന്റെ ആൽഫ കാർബണാറ്റം ഏതായിരിക്കും? ഇതിൽ മേജർ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആരാന്ന് നോക്കുക. ഡബിൾ. ഇതാണ് ആൽഫ. മനസ്സിലായി? ഏതിന്റെ? ഈ ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന ഇത് രണ്ടും ആൽഫ. ഫംഗ്ഷൻ ഗ്രൂപ്പിന് എടുക്കാൻ പാടില്ല. ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന
ഇത് ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ലേ? ഇത് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം ഇത് ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ലേ? ഇത് അറ്റാച്ച് ചെയ്ത ഏതൊക്കെയാ? ഇതും ആൽഫയാണ്, ഇതും ആൽഫ. അതുകൊണ്ടാണ് ആൽഡോൾ കണ്ടൻസേഷനിൽ നമ്മൾ പഠിച്ചേക്കുന്നത് CH3CHO. ഓർത്ത് നോക്കാം, CH3CHO എന്ന് പറയുമ്പോൾ CH അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റത്തിന് എന്ത് വിളിച്ചു? ആൽഫ. അപ്പൊ ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നതാണ് ആൽഫ ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ആൽഫ ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക. ദെൻ ഈ കാർബൺ ആറ്റം ആണ് ഇപ്പൊ ഇവിടെ 2H. ഇതിന്റെ പേരെന്തായിരിക്കും? ഫസ്റ്റ് അമിനോ ആസിഡ്. ഒരു ടേബിൾ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക്, ടേബിൾ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് അമിനോ ആസിഡിന്റെ പേര് ഗ്ലൈസീൻ, സെക്കൻഡ് അലാനിൻ അല്ലേ? പിന്നെ അടുത്തെന്താ? വെലൈൻ കേട്ടോ. അപ്പൊ ഫസ്റ്റ് 2 എന്തായാലും പഠിക്കണം. ഇവിടെ ഉണ്ട് ടേബിള്. അപ്പൊ ഇയാളാണ് എന്താ? ഇയാളുടെ പേരെന്താ? ഗ്ലൈസീൻ. ഇയാളുടെ പേരെന്താ? ഗ്ലൈസീൻ. ദെൻ ഇവിടെ ഒരു CH3 ആഡ് ചെയ്താൽ അടുത്ത ആരായി? ഈ H മാറ്റിയിട്ട് ഇവിടെ ഒരു H മാറ്റി എന്നിട്ട് ഇവിടെ ഒരു CH3 കൊടുത്താൽ അലാനിൻ. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ആ രണ്ടെണ്ണമെങ്കിലും ഓർത്തു വെക്കണം. അല്ലാതെ എല്ലാവരും ഒന്നും നിങ്ങൾക്ക് വരില്ല കേട്ടോ. ആ ടേബിള് മുഴുവനും കാണാതെ ഒന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഗ്ലൈസീനും അലാനിനും വേണമെങ്കിൽ വരാം. അതുകൊണ്ട് അത് രണ്ടെണ്ണം ഒന്ന് പഠിച്ചു വെക്കുക. ഇത് ആദ്യത്തെ ഗ്ലൈസീൻ, ഇത് അലാനിൻ. ഓക്കെ, അമിനോ ആസിഡ്, 2 അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്യുമ്പോൾ അതിൽ നിന്നാണ് എന്തുണ്ടാവുന്നേ അല്ലെ? പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാവുന്നത്. CONH ബോണ്ട് ആണ് പെപ്റ്റൈഡ് ബോണ്ട് ആയിട്ട് വരുന്നത്. ആ പെപ്റ്റൈഡ് ബോണ്ടുകൾ ലാർജ് നമ്പർ 10,000 U ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രോട്ടീൻ മോളിക്യൂൾ ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരും. ദെൻ ഇവിടെ നമ്മൾ അമിനോ ആസിഡ്സിനെ കാറ്റഗറൈസേഷൻ ചെയ്യാണ്. എസെൻഷ്യൽ അമിനോ ആസിഡ് ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. എസെൻഷ്യൽ അമിനോ ആസിഡ് എന്താണ് ജ്യോതിഷേ പറഞ്ഞു? എന്തായിരുന്നു? അമിനോ ആസിഡ് വിച്ച് cannot synthesis in our body. Then എന്താണ്? obtain directly to diet. അപ്പൊ ഡയറ്റിൽ റെഗുലർ ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം ആ അമിനോ ആസിഡ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എസെൻഷ്യൽ അമിനോ ആസിഡ്. എസെൻഷ്യൽ അമിനോ ആസിഡ്. പ്രോട്ടീൻ പൗഡർ ഒക്കെ ഇനി കുറച്ചും കൂടി ഒക്കെ കളയുമ്പോൾ കുറച്ചും കൂടി ഇതാവും. അപ്പൊ നിങ്ങൾ നോക്കണം, ദേ ഇതിൽ ഉണ്ട് എസെൻഷ്യൽ അമിനോ ആസിഡ്, അതുണ്ടോ എന്ന് നോക്കണം അല്ലെ? ബാക്കി അമിനോ ആസിഡ് നിങ്ങൾ കഴിക്കുന്ന അല്ലെ, പുറത്തു നോക്കുക. ഇപ്പോ ഇഷ്ടം പോലെ പ്രോട്ടീൻ ഉള്ള ഫുഡിന്റെ പേരൊക്കെ പറഞ്ഞു. ചിക്കനിലുണ്ട്, എഗ് ഉണ്ട്, ഫിഷ് ഉണ്ട് അല്ലെ? അപ്പൊ അതിലൊക്കെ അമിനോ ആസിഡ്സുകൾ ഉണ്ട്. വരുന്ന മീറ്റ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ അമിനോ ആസിഡ്സ് കിട്ടും. പക്ഷെ എസെൻഷ്യൽ അമിനോ ആസിഡ് ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടിയില്ല എങ്കിൽ അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കണം അല്ലെ? ഓർത്തു വെക്കാം. മഷ്റൂം അമിനോ ആസിഡ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് ഓർത്തു വെക്കാം. ദെൻ എക്സാമ്പിൾ പഠിക്കണം. എസെൻഷ്യൽ അമിനോ ആസിഡിന്റെ പേരൊന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? പിന്നെന്താണ്? ലൈസീൻ കേട്ടോ. ഓർത്ത് നോക്കാം. ഞാൻ എപ്പോഴും എളുപ്പത്തിന് വേണ്ടിയിട്ട് ലൈസീൻ, ലൂസീൻ അങ്ങനെ പറയാറുണ്ട് കേട്ടോ. ലൈസ് ഒക്കെ ഓർമ്മ വരും. ലൈസ് കേട്ടോ, ഓർത്ത് നോക്കാം. അതിന് ഒന്ന് ചേർത്ത് കഴിച്ചാൽ മതി. ലൈസീൻ, ലൂസീൻ കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെയൊക്കെ ഓർത്ത് നോക്കാം. ദെൻ ഗ്ലൈസീൻ നോൺ എസെൻഷ്യൽ ആണ് ആക്ച്വലി. അപ്പൊ ആ ടേബിളിൽ ഒരു സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് പഠിച്ചു നോക്കണം. ദെൻ നെക്സ്റ്റ് അമിനോ ആസിഡ് 3 കാറ്റഗറൈസേഷനിൽ വരുന്നുണ്ട്. ഏതൊക്കെയാ? അസിഡിക്, ബേസിക്, ന്യൂട്രൽ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ഏതൊക്കെ കാറ്റഗറി വരും? അസിഡിക്, ബേസിക്, ന്യൂട്രൽ എന്നാണത്. ഈ അമിനോ ആസിഡ്സിൽ ഇത് ഉണ്ട്. ഇവിടെ ഞാനൊരു NH2 കൊടുത്താൽ 2 NH2 ഗ്രൂപ്പ് വരും. അങ്ങനെ വന്നാൽ അത് ബേസിക് നേച്ചർ കൂടും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബേസിക് അമിനോ ആസിഡ്. അപ്പൊ അമിനോ ആസിഡ് കണ്ടെയ്നിങ് എന്താണ് അല്ലെ? ലാർജ് നമ്പർ ഓഫ് എന്ത് വരണം? NH2 ഗ്രൂപ്പ്. അങ്ങനെ വന്നാൽ അത് എന്തായിരിക്കും ആക്ച്വലി ആസ് കമ്പയർഡ് ടു COH. അപ്പൊ COH-നേക്കാളും കൂടുതൽ NH2 ഗ്രൂപ്പ് വന്നാൽ അതെന്തായിരിക്കും? ബേസിക്. അപ്പൊ COH കൂടിക്കഴിഞ്ഞാൽ അസിഡിക്. ഓർത്ത് നോക്കാം. അത്രേ ഉള്ളൂ. രണ്ടും സെയിം നമ്പർ വന്നാൽ ന്യൂട്രൽ. ഓർത്ത് നോക്കാം. അപ്പൊ NH2 ഉം COH സെയിം നമ്പർ ആണെങ്കിൽ ന്യൂട്രൽ, COH-ന്റെ നമ്പർ കൂടുതലാണെങ്കിൽ കേട്ടോ. ഇവിടെ എനിക്ക് എഴുതാലോ, ഇഷ്ടമുള്ള എഴുതാലോ. അതെ, CH2 ഇവിടെ ഒരു COH കൊടുത്തു. ഇതും അമിനോ ആസിഡാ ഉണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ 2 എണ്ണം, ഇത് അസിഡിക് ആയി. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് സ്വിറ്റർ അയോൺ. നേരത്തെ ഒരാൾ പറഞ്ഞാണ് സ്വിറ്റർ അയോൺ. എന്തായിരുന്നു പറഞ്ഞു? പഠിച്ചുകൊണ്ടാണ് കിട്ടണേ. ഓർത്ത് നോക്കാം. പഠിച്ചത് മൈൻഡിലുണ്ട്, അതുകൊണ്ടാണ് വരുന്നത്. എന്തുകൊണ്ടായിരിക്കും? അതാണ് ആംഫോട്ടറിക് ബിഹേവിയർ, ബോത്ത് അസിഡിക് ആസ് വെൽ ആസ് ബേസിക്. വാട്ട് ഇസ് റീസൺ? അപ്പോഴാണ് നമ്മൾ പറയുന്നത് സ്വിറ്റർ അയോൺ. അമിനോ ആസിഡ് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അമിനോ ആസിഡ് ആണല്ലോ. ഓക്കെ, ഈ അമിനോ ആസിഡ് ഇവിടെ H2 കൊടുത്തേക്കാം. ഈ അമിനോ ആസിഡ് കേട്ടോ, ഞാൻ നേരെ കൊടുക്കുന്നതിന് ഇങ്ങനെ കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു H, ഇവിടെ H ഉണ്ട്. ഈ H ഇതിലേക്ക് വരും. അപ്പൊ എന്താവും? NH3+. ദെൻ ഇവിടെ എന്താ വരും? CH2, COO-. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എങ്ങനെ വന്നാലും മതി. അപ്പോ ഇവിടെ നിന്ന് ഒരു H ഇതിലേക്ക് വരും. അപ്പൊ ഇത് പ്ലസ്, ഇത് മൈനസ്. അപ്പൊ എന്താ? ഡൈപോളാർ അയോൺ എന്ന് വിളിച്ചേ.
പോളാർ അയോൺ. അമിനോ ആസിഡ് എന്താണ്? ഇതെന്തായിരുന്നു? ലോസസ് എ പ്രോട്ടോൺ. എച്ചിനെ എന്ത് വിളിക്കണം? ലോസസ് എ പ്രോട്ടോൺ. ആൻഡ് അമിനോ ഗ്രൂപ്പ് ഗെയിൻ എ പ്രോട്ടോൺ ടു ഫോം എ എന്തായിരുന്നു? ഡൈപോളാർ അയോൺ. ദാറ്റ് ഈസ് നോൺ ആസ് സ്വീറ്റർ അയോൺ. അപ്പൊ സ്വീറ്റർ അയോണിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞേ, അമിനോ ആസിഡ് കണ്ടെയ്നിങ് COH ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിനെന്ത് വിളിക്കുക? കാർബോക്സിൽ ഗ്രൂപ്പ് ലോസസ് എ പ്രോട്ടോൺ ആൻഡ് അമിനോ ഗ്രൂപ്പ് അല്ലെ ഗെയിൻസ് എ പ്രോട്ടോൺ ടു ഫോം ഡൈപോളാർ അയോൺ. ദാറ്റ് ഈസ് നോൺ ആസ് സ്വീറ്റർ അയോൺ. അങ്ങനെ പറയണം. ഇതിന് എന്ത് ബിഹേവിയർ ഉണ്ട്? ആംഫോട്ടറിക് എന്ന് പറഞ്ഞ ബോത്ത് അസിഡിക് ആസ് വെൽ ആസ് ബേസിക്. ഇത് കഴിഞ്ഞ പ്രോട്ടീനിലേക്ക് വരികയാണ്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഡെഫിനേഷൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. അപ്രോക്സിമേറ്റ്ലി എത്രയായിരിക്കും? 100 അമിനോ ആസിഡ് ഓർ 10,000 U അമിനോ ആസിഡ് ജോയിൻ ടുഗദർ ടു ഫോം എ എന്താണ്? പെപ്റ്റൈഡ് ബോണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് പ്രോട്ടീൻ. അവിടെ ഡൈപെപ്റ്റൈഡ്, ട്രൈപെപ്റ്റൈഡ് അങ്ങനെ പറയുന്ന നമ്പേഴ്സുകളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. CONH ഗ്രൂപ്പ് ആണ് എന്ത്? പെപ്റ്റൈഡ് ബോണ്ട് വരുന്നത്. ദെൻ പ്രോട്ടീൻസിനെ മെയിൻ ആയിട്ട് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാ? ശരിയാ, പറഞ്ഞോ, കിട്ടി. ഫൈബ്രസ് പ്രോട്ടീൻ ആൻഡ് ഗ്ലോബുലർ പ്രോട്ടീൻ. എന്തൊക്കെയായിരുന്നു? ഫൈബ്രസ് പ്രോട്ടീൻ ആൻഡ് ഗ്ലോബുലർ. എക്സാമ്പിൾ എന്താ? ഫൈബ്രസ് പ്രോട്ടീൻ മസിലുള്ള ഫൈബർ പേരെന്താ? മയോസിൻ 4. എന്തായിരുന്നു? മയോസിൻ. മസിലിന്റെ ഫൈബറിന്റെ പേര് മയോസിൻ. ദെൻ അടുത്തൊരു ഒന്നുണ്ടായി ഫൈബ്രസിൽ, ഹെയർ, കെരാറ്റിൻ. ഹെയർ എന്തായിരുന്നു? കെരാറ്റിൻ. കേട്ടോ, ഓർത്ത് നോക്കുക. ഇനി ഡെഫിനിഷൻ എന്താണ് ഫൈബ്രസ് പ്രോട്ടീന്റെ? ശരിയാ, ബിലോൽ പറഞ്ഞു. ഇങ്ങനെയൊക്കെ കാണിച്ചത് പറഞ്ഞു. പോളിപെപ്റ്റൈഡ് ചെയിൻ റൺ പാരലൽ ആൻഡ് ഹെൽഡ് ടുഗദർ ബൈ ഹൈഡ്രജൻ ഓർ ഡൈസൾഫൈഡ് ബോണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഫൈബ്രസ് പ്രോട്ടീൻ. ഡെഫിനിഷൻ ആണ് കേട്ടോ, ഓർത്ത് ഇപ്പൊ തന്നെ പറയിപ്പിക്കും എന്ന് പറഞ്ഞ്. പോളിപെപ്റ്റൈഡ് ചെയിൻ റൺ പാരലൽ. കണ്ടോ, പാരലൽ ആയിട്ടല്ലേ പോകുന്നത്. ആൻഡ് ഇവർ തമ്മിൽ ബോണ്ട് എന്താ? ഹൈഡ്രജൻ ഓർ ഡൈസൾഫൈഡ് ബോണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഫൈബ്രസ് പ്രോട്ടീൻ. കേട്ടോ, പോളിപെപ്റ്റൈഡ് ചെയിൻ റൺ പാരലൽ ആൻഡ് ഹെൽഡ് ടുഗദർ ബൈ ഹൈഡ്രജൻ ഓർ ഡൈസൾഫൈഡ് ബോണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ഫൈബ്രസ് പ്രോട്ടീൻ. പറഞ്ഞു. ചെയിൻ ബോണ്ടിന്റെ പേരെന്താ? മതി. ഓർ ഡൈസൾഫൈഡ് ബോണ്ട് അല്ലേ? ഓക്കെ. ഹൈഡ്രജൻ ബോണ്ട് കിട്ടിയാൽ മതി, അവിടെ നിർത്തിയേക്കണം കേട്ടോ, മറ്റേ കിട്ടിയില്ലെങ്കിൽ എഴുതാൻ പോണ്ട, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് 2 എക്സാമ്പിൾ. കെരാറ്റിൻ, ഹെയർ അല്ലെ, വൂൾ അതൊക്കെ വരുന്ന കെരാറ്റിൻ ആണ്. ദെൻ മസിലിൽ വരുന്ന ഫൈബറിന്റെ പേര് മയോസിൻ. കേട്ടോ, ഓക്കെ. ക്ലിയർ അല്ലേ? വേഗം പറഞ്ഞു. ക്ലിയർ ആണ്? വേഗം പറഞ്ഞു. എക്സാമ്പിൾ മയോസിൻ. ദെൻ നെക്സ്റ്റ് അടുത്ത വരുന്നതാണ് ഗ്ലോബുലർ പ്രോട്ടീൻ. ഗ്ലോബുലർ പ്രോട്ടീൻ എന്തായിരുന്നു? ആക്ച്വലി പോളിപെപ്റ്റൈഡ് ചെയിൻ കോയിൽ ടു ഫോം എ സ്പെറിക്കൽ ഷേപ്പ്. കോയിൽ ടു ഫോം എ സ്പെറിക്കൽ ഷേപ്പ് ഇൻ എ പെർട്ടിക്കുലർ സീക്വൻസ് അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പെറിക്കൽ ആയിട്ട് വരുന്നതിനെയാണ് ഗ്ലോബുലർ പ്രോട്ടീൻ. 2 എക്സാമ്പിൾ കിട്ടണം. ഗ്ലോബുലർ പ്രോട്ടീൻ 2 എക്സാമ്പിൾ. 2 എക്സാമ്പിൾ. കെരാറ്റിൻ ഫൈബ്രസിന്റെ ആണ് എക്സാമ്പിൾ. മയോസിനും ഗ്ലോബുലർ പ്രോട്ടീൻ. ബയോളജി ഉള്ള ആൾക്കാർക്ക് അറിയാം. കുറച്ചു നേരത്തെ മുമ്പ് ഞാനൊരു സാധനം പറഞ്ഞില്ലേ, ആ ഹോർമോണിന്റെ പേരാണ് ഇൻസുലിൻ. ഇൻസുലിൻ എന്തായിരുന്നു? ഗ്ലോബുലർ പ്രോട്ടീൻ ആണ്. ഇൻസുലിൻ എന്താണ്? ഗ്ലോബുലർ പ്രോട്ടീൻ. വേറൊരെണ്ണം കൂടി ഉണ്ട് അതുപോലെ തന്നെ, ബിൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പൊ എന്തായിരിക്കും? ഇൻസുലിൻ പോലെ ഉള്ള ഒരു വേർഡാണ്. കിട്ടി? കണ്ടോ, ആൽബുമിൻ. എന്തായിരുന്നു? ആൽബുമിൻ. കേട്ടോ, ഓക്കെ. ബി 2 എണ്ണമാണ് ഇവിടെ 2 എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കാം കേട്ടോ, ഇവിടെ കറക്റ്റ് ആയിട്ട് 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളൂ എന്നാണ്. ആൽബുമിൻ കണ്ടോ കൊടുത്തിട്ടുണ്ട്, ഇൻസുലിൻ കേട്ടോ. 2 എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ളൂ, വേറെ ഉണ്ട്. പക്ഷെ 2 എക്സാമ്പിൾ എന്തായാലും അറിഞ്ഞു നോക്കണം, ഇൻസുലിൻ ആൻഡ് ആൽബുമിൻ. Then പ്രോട്ടീനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഫോമിന്റെ അനുസരിച്ചിട്ട്. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, കോർഡിനറി. എന്തൊക്കെയാ? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, കോർഡിനറി. അതിൽ സെക്കൻഡറി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. പ്രൈമറി എന്ന് പറയുമ്പോൾ പോളിപെപ്റ്റൈഡ് ചെയിൻ എന്താണ്? കോയിലിന്റെ പെർട്ടിക്കുലർ സീക്വൻസ്. ഒറ്റ വേർഡ് ഓർത്ത് വെച്ചാൽ എന്താണ്? സീക്വൻസ്. അത് കോയിലാവുന്ന എന്താ? ഒരു പെർട്ടിക്കുലർ സീക്വൻസ് കേട്ടോ. ഓർത്തോക്കാം, അന്ന് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ?
എന്റെ കയ്യിൽ ഇത്രയോ വലിയൊരു പോളിപെപ്റ്റൈഡ് ചെയിൻ ആയിട്ടൊരു നൂല് കയ്യിലുണ്ട് എന്ന് കരുതാ. അത് ഇതാണ് ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണെന്ന് കരുതാം. ഇത് ഞാൻ കറക്റ്റ് ഒരു 10 സെന്റിമീറ്റർ കൂടുമ്പോൾ ഇങ്ങനെ കോയിലാകും. മനസ്സിലായി? അങ്ങനെ വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്താ? പ്രൈമറി. പ്രൈമറി ഒരു പെർട്ടിക്കുലർ ഇത് കണ്ടോ, ഇങ്ങനെ കറക്റ്റ് ഒരു പെർട്ടിക്കുലർ ഇതെത്തിയ സമയത്ത് കോയിലായി. അങ്ങനെ വന്നാൽ ഇങ്ങനെ 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 പല രീതി കോയിൽ ചെയ്യാലോ. ഇങ്ങനെ എടുക്കുന്നു, ഇവിടെ നിന്നൊരു ഇത് ടൈ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനത്തെ കോയിലിംഗ് ഒക്കെ കേട്ടല്ലേ, ഉണ്ടോ? ഇങ്ങനെ ആക്കി അങ്ങനെ കോയിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ സീക്വൻസ് എന്നുള്ള വേർഡ് ഓർത്ത് വെക്കുക. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രൈമറി. ദെൻ പ്രൈമറി കഴിഞ്ഞ സെക്കൻഡറി ആണ് ഇതിൽ ചോദിക്കാൻ ചാൻസ്. സെക്കൻഡറി 2 ടൈപ്പ് ഉണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആൽഫ ഹെലിക്സ് ആൻഡ് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്. ഒന്ന് പറഞ്ഞേ, ആൽഫ ഹെലിക്സ് ആൻഡ് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്. ആൽഫ ഹെലിക്സ് ആൻഡ്, ഒന്നുകൂടി പറ, ആൽഫ ഹെലിക്സ്, HELIX, ഹെലിക്സ് കേട്ടോ, ഓർത്ത് നോക്കുക. ഹെലിക്സ് സ്പ്രിംഗ് കണ്ടിട്ടില്ലേ? സ്പ്രിംഗ് കാണാൻ മനസ്സിലായി, സ്പ്രിംഗ് കണ്ടല്ലേ, ഇങ്ങനെ 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 അത് തന്നെയാണ് ഹെലിക്സ് കേട്ടോ, ഓർത്ത് നോക്കുക. പോളിപെപ്റ്റൈഡ് ചെയിൻ കോയിൽ അറൌണ്ട് ഇൻ എ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ. എന്ന് പറഞ്ഞേ, റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ. സ്ക്രൂ ഇങ്ങനെ പോകില്ലേ, അതുപോലെയാണ് വരുന്ന. സ്പ്രിങ്ങിനെ മനസ്സിൽ കണ്ടിട്ട് ഹെലിക്സ് പഠിക്കാൻ നോക്കുക. അപ്പൊ അവിടെ വരുന്ന ബോണ്ട് ഹൈഡ്രജൻ ബോണ്ട് ആണ്. ആ സ്പ്രിങ് ആവാനായിട്ടുള്ള കാരണം എന്താ? ഹൈഡ്രജൻ ബോണ്ട്. ഇനി ഈ ഹൈഡ്രജൻ ബോണ്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് ആൽഫ ഹെലിക്സ്, ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്, ഒരു ഷീറ്റ് പോലെയാകും. മനസ്സിലായി? അവിടെയും എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ഉള്ള ഒരു ബോണ്ട് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ആവുന്നത്. ഒരു ഷീറ്റ് പോലെ ആക്കി കഴിഞ്ഞാൽ പോളിപെപ്റ്റൈഡ് ചെയിൻ വന്നു കഴിഞ്ഞാൽ അത് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്. ഇനി ടെറിഷറി കഴിഞ്ഞ് ടെറിഷറി കോർണറി, അത് രണ്ടും എന്താ തന്നെയാണ്? സെക്കൻഡറി ഫർദർ കോയിലിംഗ് ടു ഫോം ടെറിഷറി, ടെറിഷറി ഫർദർ കോയിലിംഗ് ടു ഫോം കോർണറി. കോർണറിയിൽ 2 ഡിഫറെന്റ് പോളിപെപ്റ്റൈഡ് ചെയിൻ എന്തായാലും ഉണ്ടാവണം. ഇത്രയും സമയം ഒരെണ്ണമാണെങ്കിൽ കോർണറി എത്തുമ്പോൾ എന്തായിരിക്കും? 2 ഡിഫറെന്റ് പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടാവും. അതാണ് മെയിൻ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ലാസ്റ്റ് ടോപ്പിക് ഡീനേച്ചറേഷൻ. എന്താണ്? വെരി ഗുഡ് അല്ലേ? പ്രോട്ടീൻ സബ്ജക്റ്റഡ് ടു ചേഞ്ച് ഓഫ് pH ഓർ കെമിക്കൽ ചേഞ്ച് ലൈക്ക് ടെമ്പറേച്ചർ അല്ലേ? വന്ന എന്ത് പറ്റും? ഡീനേച്ചർ എന്ന് പറയുമ്പോൾ ആദ്യം എന്തോ അല്ലേക്കും നിങ്ങൾ എക്സാമ്പിൾ ഓർത്ത് നോക്കണം. ബോയിലിംഗ് ഓഫ് എഗ് കേട്ടോ, ഓർത്ത് നോക്കാം. ഡീനേച്ചറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബോയിലിംഗ് ഓഫ് എഗ്. എഗ് ബോയിൽ ചെയ്ത് എന്ത് പറ്റും? ആദ്യത്തെ പോയിന്റ് ആണ് അതിൽ. അതാണ് ശരിക്കും ഡീനേച്ചറിന്റെ ആദ്യത്തെ പോയിന്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. ലോസസ് ഇറ്റ്സ് ബയോളജിക്കൽ ആക്ടിവിറ്റി. 2 പോയിന്റ് ഡീനേച്ചറേഷന്റെ എഴുതാൻ പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ പോയിന്റ് എന്താ എഴുതാ? ലോസസ് ഇറ്റ്സ് ബയോളജിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എഗ് ബോയിൽ ചെയ്താൽ അതിൽ നിന്ന് ഒരിക്കലും ബേർഡ് ഉണ്ടാവോ? എന്ത് പറ്റും? ബയോളജിക്കൽ ആക്ടിവിറ്റി പോയി അല്ലെ? എഗിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? അതിൽ നിന്ന് ഒരു ബേർഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ പ്രോട്ടീന്റെ മെയിൻ ഫംഗ്ഷൻ അതാ, അത് പോയി അവിടത്തെ. അതാണ് ലോസസ് ഇറ്റ്സ് ബയോളജിക്കൽ ആക്ടിവിറ്റി. അതാണ് ആദ്യത്തെ പോയിന്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്തുകൊണ്ട് പോയി? എന്തുകൊണ്ട് പോയി? ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അല്ലെ? എഗ് ബോയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ മാറി. അല്ലെങ്കിൽ എന്താവും? ചേഞ്ച് ഓഫ് pH. pH എന്തുകൊണ്ടാണ് പറഞ്ഞത്? നമുക്കറിയാം, മിൽക്കിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി മാറാനായിട്ട് എന്താണ് ആക്ച്വലി? കേർഡ് ആവും അല്ലെ? pH മാറിക്കഴിഞ്ഞാൽ എന്താവും? അത് കേർഡ് ആവും അല്ലെ? ഓക്കെ, ആ കേർഡ് ആവുമ്പോൾ അതിന്റെ എന്താണ്? ബയോളജിക്കൽ ആക്ടിവിറ്റി മാറി വരുന്നത്. അപ്പൊ ചേഞ്ചിങ് ഓഫ് ടെമ്പറേച്ചർ ഓർ pH എന്ത് പറ്റി? അതിന്റെ ലോസ് ഇസ് ബയോളജിക്കൽ ആക്ടിവിറ്റി. വാട്ട് ഇസ് റീസൺ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ജോസ് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? അത് ഡിസ്റ്റർബ് ഡിസ്റ്റർബ് ഡാഷ് ബോണ്ട്. ഒറ്റ വേർഡ് പറഞ്ഞാൽ മതി. ഹൈഡ്രജൻ ബോണ്ട്. ഡിസ്റ്റർബ് ഹൈഡ്രജൻ ബോണ്ട്. എഗ് ബോയിൽ ചെയ്യുമ്പോൾ വാട്ടർ എവിടെ പോകും? അത് ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ തൊട്ട് താഴെയുള്ള ക്വസ്റ്റൻ ആണ്. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. എഗ് നിങ്ങൾ ബോയിൽ ചെയ്യില്ലേ? എഗ് ബോയിൽ ചെയ്യുന്നതിന് മുമ്പ് പൊട്ടിച്ച് നോക്കിയാൽ ലിക്വിഡ് ആയിരിക്കൂലേ? എഗ് ബോയിൽ ചെയ്യുമ്പോൾ ആ വെള്ളം എവിടെ പോകുന്നു? പിന്നെ എഗിന്റെ ഷെല്ലിന്റെ ഉള്ളിൽ കൂടി എവാപറേറ്റ് ചെയ്തു. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റൻ ഒന്ന് വായിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഇതുണ്ട്. ഡീനേച്ചറേഷൻ കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. ഓക്കെ, നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തതാണ് ആക്ച്വലി. 10.5 ഒന്നുകൂടി വായിക്കാം. വേർ ഡസ് ദ വാട്ടർ പ്രസന്റ് ഇൻ ദ എഗ് ഗോ ആഫ്റ്റർ ബോയിലിംഗ് ദ എഗ്? ഹാർഡനാവെന്ന് കണ്ടാലും അറിയാലോ, പക്ഷെ എനിക്ക് അതൊന്നും അറിയണ്ട. വെള്ളം അവിടെ പോയി, ഇതിലെ വാട്ടർ. ഇയാൾ പറഞ്ഞതിൽ പോയിന്റ് ഉണ്ട്, ബാക്കി കൂടി ചേർത്ത് പറഞ്ഞാൽ മതി. ശരിയാണ്, പറഞ്ഞോ പറഞ്ഞോ. ബിലാലെ പറഞ്ഞ എന്താന്ന്? എഗ് ബോയിലാകുമ്പോ വെള്ളം എവിടെ പോകും?
ഹാർഡാവും അല്ലെ? എന്തുകൊണ്ട് ഹാർഡായി? ഞാൻ എന്തായാലും ആൻസർ പറയില്ല, പക്ഷെ അതിലേക്ക് നിങ്ങളെ എത്തിക്കും കേട്ടോ. ഓർത്ത് നോക്കുക, സിമെന്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചു, ആ വെള്ളം പിന്നീട് കാണുന്നില്ല, അത് നല്ല ഹാർഡായിട്ട് നിൽക്കുന്നു, ശരിയല്ലേ? അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർഡായതെന്നുകൊണ്ടാ. സിമെന്റ് തേപ്പ് പിടിച്ചാലും പൊട്ടൂല അല്ലെ? വെറുതെ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളത്തിനോ വല്ലതുണ്ടോ? ഒന്ന് ആലോചിക്കുക, വെള്ളം ഒന്ന് സിമെന്റിലേക്ക് ഒഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ സിമെന്റ് എന്തായി? നല്ല ബലമായി. ആ വാട്ടർ എന്തായി മാറി? വാട്ടറിൽ ആരുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ എന്ത് ബോണ്ടാവും? ഹൈഡ്രജൻ ബോണ്ട്. എന്താവും വാട്ടർ മോളിക്കൂള്? ഹൈഡ്രജൻ ബോണ്ട്. നോക്കുക, വാട്ടർ എന്തായി മാറും? ഹൈഡ്രജൻ ബോണ്ട് അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറയുകയാണ് ഇത് മുഴുവൻ വെള്ളമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തല്ലും അല്ലെ? നിങ്ങൾ വീട്ടിൽ പോയിട്ട് പറയാ, അമ്മ ഇത് കണ്ടി ചുമര് നിറച്ചും വാട്ടറാണ്, അതുകൊണ്ടാണ് ഇതിന്റെ ബലം എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി. 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കൗൺസിലിങ്ങിന് വല്ലതും കൊണ്ടുപോകും ഇതിന് അല്ലെ? വെള്ളമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും ഇതിന്റെയൊക്കെ സ്ട്രെങ്ത് എന്തുകൊണ്ടാ? ഹൈഡ്രജൻ ബോണ്ട്. എന്തുകൊണ്ടാ? ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് കാരണമാണ് ഇവിടെ നിൽക്കുന്നത്. വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷനും ഉണ്ട് അല്ലെ? ഓക്കെ, ബാക്കിയുള്ളത് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷനിലേക്ക് പോകും. മെയിൻ ആയിട്ട് അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് എവിടെ പഠിച്ചിട്ടുണ്ട്? നിങ്ങൾ ഓർഗാനിക് പഠിച്ചതല്ലേ? ആൽക്കഹോളിന് എന്തുള്ള ഹൈഡ്രജൻ ബോണ്ട് അല്ലേ? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോ ഇവിടെ നമ്മൾ പെപ്റ്റൈഡ് ബോണ്ട് ആണ് മെയിൻ ആയിട്ട് പ്രോട്ടീൻ വരുന്നത്. പക്ഷെ ആ ബോയിൽ ചെയ്യുമ്പോൾ ആ എക്സസ് വാട്ടർ ആയിട്ടുള്ളത് ഹൈഡ്രജൻ ബോണ്ട് ആയിട്ടാണ് ഹാർഡ് മാസ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അത് മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോ ഹൈഡ്രജൻ ബോണ്ട് ഡിസ്റ്റർബ്ഡ് ആകും കേട്ടോ. ഓക്കെ, അപ്പൊ ഡീനേച്ചറേഷനിൽ ഒരു വേർഡ് ഒന്ന് വായിക്കാം. ഇങ്ങനെയാണ്, change in pH, the hydrogen bond are disturbed. Due to this, globule unfold and helix get uncoiled and protein loses its biological activity. ഇതാണ് കൊടുത്തേക്കുന്ന വേർഡ്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് സ്ട്രോങ് ആവുന്നത്. ഇനി നെക്സ്റ്റ് എൻസൈം. എൻസൈമും കൂടി പറഞ്ഞിട്ട് വിട്ടേക്കാം. എൻസൈം എന്തായിരുന്നു? ഡെഫിനിഷൻ. ഫസ്റ്റ് പോയിന്റ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ്, അതെല്ലാവരും എഴുതി വെക്കണം കേട്ടോ, ഓർത്ത് വെക്കാം. പിന്നെന്തായിരുന്നു സെക്കൻഡ് പോയിന്റ്? അതിനിപ്പോ എന്താ ചെയ്യണമെന്ന് പറയാം. എൻസൈം ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ കാറ്റലിസ്റ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ മതി. എന്താ? ശരിയാ, ഫാസ്റ്റർ അല്ലെ? ഓർത്ത് വെക്കാം. എൻസൈം എന്താണ്? ഇൻക്രീസ് ദ റിയാക്ഷൻ റേറ്റ് ഇൻ എന്താണ്? ബയോളജിക്കൽ ആക്ടിവിറ്റി കേട്ടോ. ഓർത്ത് വെക്കാം, ബയോളജിക്കൽ ആക്ടിവിറ്റിയുടെ ആണ് ആക്ച്വലി വരുന്നത് അല്ലെ? ഓക്കെ, ഓർത്ത് വെക്കാം. ശരിക്കും എൻസൈമിന്റെ ഡെഫിനിഷൻ ഇതാണ്: നൈട്രോജീനിയസ് ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് കേട്ടോ പ്രോട്ടീൻ. അതാണ് ശരിക്കും അതിന്റെ ഈ ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ പോയിന്റ്, സെക്കൻഡ് പോയിന്റിലേക്ക് വരുന്ന സമയത്ത് ഓർത്ത് വെക്കുക, എൻസൈമിന്റെ എക്സാമ്പിളുകളാണ്. എന്തൊക്കെയാണ് എൻസൈമിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? സൈമേസ്, ഇൻവെർട്ടേസ്, സൈമേസ്, ഇൻവെർട്ടേസ്, പിന്നെ ഏതൊക്കെ വരും? ASC ചേർത്ത് എന്ന് പറയാം. ASC എന്ന് പറയുമ്പോൾ അത് എൻസൈമിന്റെ പേരായിട്ട് വരുന്നതാണ്. അപ്പൊ സൈമേസ്, ഇൻവെർട്ടേസ്, ലൈസേം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ ASC എന്നുള്ള വേർഡ് ഒന്ന് ഓർത്തു വെക്കുക. അതങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ വരും. അപ്പൊ അത് ഓർത്തു വെക്കുക. ദെൻ നെക്സ്റ്റ് ഒരെണ്ണം കൂടിയുണ്ട്, വൈറ്റമിൻസ്. വൈറ്റമിൻസ് എന്തായിരുന്നു? 2 ടൈപ്പ് ഉണ്ട്, ഫാറ്റ് സോലുബിൾ ആൻഡ് വാട്ടർ. ഫാറ്റ് സോലുബിൾ എക്സാമ്പിൾ ADEK. ദെൻ വാട്ടർ സോലുബിൾ CNB അല്ലെ? ഓർത്ത് വെക്കുക, CNB ആണ് ആക്ച്വലി വരുന്നത്. ദെൻ നെക്സ്റ്റ് അവിടെ ടേബിൾ ഉണ്ട്, ആ ടേബിൾ പഠിച്ചിരിക്കണം. എന്തായിരുന്നു ടേബിൾ? ഡെഫിഷ്യൻസി ഡിസീസസ് അല്ലെ? ഓർത്ത് വെക്കുക. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ A, സെറോഫ്താൽമിയ, അതിനെന്താ വിളിക്കുന്നത്? നൈറ്റ് ബ്ലൈൻഡ്നെസ്. ദെൻ വൈറ്റമിൻ C ഡെഫിഷ്യൻസി സ്കർവി. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻ ആണ് അതുകൊണ്ട് ചോദിക്കുന്നത്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി റിക്കറ്റ്സ്. ദെൻ വൈറ്റമിൻ K, വൈറ്റമിൻ K ഏറ്റവും ലാസ്റ്റത്തെയാണ് ബ്ലഡ് ക്ലോട്ട്. ഓക്കെ, ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ അല്ലെ പ്രിവെന്റ് ചെയ്യുന്ന ഏരിയ ആണ് ആക്ച്വലി വരുന്നത്. അപ്പൊ അതെങ്കിലും ഈ ഇപ്പൊ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻസ് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ടേബിൾ മുഴുവൻ എന്തായാലും പഠിച്ചിരിക്കണം. അതും കൂടി ഓർത്ത് കഴിയുമ്പോൾ വൈറ്റമിൻസ് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? ന്യൂക്ലിക് ആസിഡ്. ഇപ്പൊ തീരും കേട്ടോ. ഓക്കെ, ന്യൂക്ലിക് ആസിഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, DNA ആൻഡ് RNA. DNAയുടെ പേരെന്താ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA റൈബോ ന്യൂക്ലിക് ആസിഡ്. ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ്, DNAയുടെ സ്ട്രക്ചർ ഡബിൾ ഹെലിക്സ്, RNA സിംഗിൾ സ്റ്റാൻഡേർഡ് അല്ലെ? അവിടെ ഡബിൾ സ്റ്റാൻഡേർഡ്, സിംഗിൾ സ്റ്റാൻഡേർഡ്. ദെൻ DNA കണ്ടെയ്നിങ് ബേസസ് ഏതൊക്കെയായിരുന്നു? അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ,
thymine. Then RNA containing bases adenine, guanine, cytosine, uracil. കണ്ടോ thymine പകരം uracil. Then next അതിന്റെ function, DNA function, RNA function. DNA function heredity അല്ലേ? ഓർത്തു നോക്കുക. They transmit അല്ലേ? Generation to generation, heredity. Then RNA protein synthesis. അത്രയും അത് കഴിഞ്ഞു. Then next DNA. DNA യുടെ സ്ട്രക്ചറിൽ ആദ്യം പറയുന്നത് ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോസൈഡിന്റെ ഡെഫിനിഷൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. ഷുഗർ ആൻഡ് നൈട്രജൻ ബേസ് അല്ലേ? ഓക്കെ. Then next ന്യൂക്ലിയോടൈഡ്. ഷുഗർ പ്ലസ് ബേസ് പ്ലസ് ഫോസ്ഫോറിക് ആസിഡ്. പൊസിഷൻ ആയിട്ട് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണ്. ഇനി രണ്ട് ന്യൂക്ലിക് ആസിഡ്സ് ജോയിൻ ചെയ്യുമ്പോൾ അതിനെന്ത് വിളിക്കും? ഡൈ ന്യൂക്ലിയോടൈഡ്. ഡൈ ന്യൂക്ലിയോടൈഡ് ആണ് ഫോസ്ഫോ ഡൈ എസ്റ്റർ ലിങ്കേജ്. നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ DNA കോംപ്ലിമെന്ററി. വൈ? DNA ഐഡന്റിക്കൽ അല്ല, കോംപ്ലിമെന്ററി ആണ്. DNA കട്ട് ചെയ്താൽ ഈക്വൽ ഹാഫ് കിട്ടില്ല, അത് കോംപ്ലിമെന്ററി ആണ്. വാട്ട് ഇസ് റീസൺ? ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിൽ എക്സർസൈസ് ക്വസ്റ്റ്യൻ. DNA strand paired with ATGC. Adenine paired with thymine. Guanine paired with cytosine. അപ്പോൾ DNA ഇങ്ങനെ രണ്ട് സ്ട്രാൻഡിലാണ് നിൽക്കുന്നത്. ഓർത്ത് നോക്കാം. രണ്ട് സ്ട്രാൻഡിൽ നിൽക്കുമ്പോ ഇതാ നോക്കിക്കോട്ടോ. ഈ ഹാൻഡ് കണ്ടോ? കണ്ടോ? ഇതാരാണ്? ഇതാരാണ്? ഏതൊക്കെയുണ്ട് DNA-യിൽ? ആരെ? മൂന്നാൾക്കാരുണ്ടെന്നാ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു ന്യൂക്ലിയോടൈഡിൽ? പറഞ്ഞപ്പോ പറയാം. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ഷുഗർ, പിന്നെന്തായിരുന്നു? നൈട്രജൻ ബേസ് ഇല്ല, മൂന്നാണ്. ഫോസ്ഫേറ്റ് അല്ലേ? ഓർത്ത് നോക്കുക. അതിൽ ഷുഗറും ഫോസ്ഫേറ്റും ഇതാ. ഇത് ഷുഗർ, ഇതെന്താ? ഫോസ്ഫേറ്റ്. ഇവിടെ നിന്ന് ഒരു ബേസ് വരും. ഇതാണ് ബേസ്. കണ്ടോ? എന്റെ ബേസ് ആണത്. കണ്ടോ? ഓർത്ത് നോക്കാം. ഇത് അഡിനിൻ ആണ് എന്ന് കരുതാം. ദെൻ ഇപ്പുറത്തുണ്ട് ഇതാണ് ആക്ച്വലി ഷുഗറും ഫോസ്ഫേറ്റും ആണ്. പക്ഷേ ഈ ഷുഗറിൽ നിന്ന് വരുന്നത് കേട്ടോ, ഇത് ഷുഗർ. ഇതിൽ നിന്ന് വരുന്നത് ഇങ്ങനെ ജോയിൻ ചെയ്യുള്ളൂ, ഒരിക്കലും ഇങ്ങനെ വരില്ല. ഇങ്ങനെ വന്നാൽ എന്താ? ഐഡന്റിക്കൽ. ഇങ്ങനെ കണ്ടോ? ഐഡന്റിക്കൽ അല്ലേ കട്ട് ചെയ്താ? ഇങ്ങനെ വരില്ല, എങ്ങനെ ജോയിൻ ചെയ്യുള്ളൂ? കണ്ടോ? ഓർത്തോളൂ. വേറെ ഇതല്ലേ? ഇതെന്തായിരുന്നു ആക്ച്വലി? ഇത് അഡിനിൻ ആണെങ്കിൽ ഇതെന്തായിരിക്കും? തയമീൻ. കേട്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ കോംപ്ലിമെന്ററി ആണ്. അപ്പോ DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, കോംപ്ലിമെന്ററി. അഡിനിൻ പെയർഡ് വിത്ത് തയമീൻ അല്ലേ? ഓർത്ത് നോക്കുക. ഗ്വാനിൻ, സൈറ്റോസിൻ. നെക്സ്റ്റ് ലാസ്റ്റ് ടോപ്പിക്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് RNA. rRNA, mRNA, tRNA. കേട്ടോ? ഇത്രയും വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ കുഞ്ഞു ടോപ്പിക് കൂടി ഉണ്ട്, ഹോർമോൺ. അത് പുതിയതായിട്ട് വന്നേക്കുന്നതാണ്, വായിച്ചേക്കണം കേട്ടോ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. കേട്ടോ കേട്ടോ.